നിങ്ങളെപ്പോലത്തെ സന്ദർശകർ ഈ പുണ്യഭൂമിയിലേക്ക് വന്നു പോകുമ്പോൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട, ഗ്രഹിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് അല്പസമയത്തിലൂടെ സൂചന നൽകി ഞാൻ സമാപിക്കുന്നതായിരിക്കും. വാസ്തവത്തിൽ പുണ്യഭൂമിയിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വരിക എന്നത് അസാധാരണ ഭാഗ്യമാണ്. ഈ ഭാഗ്യം ലഭിക്കുന്നവരും വളരെ ചുരുക്കം പേരും മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ ഉത്തരവാദിത്വം ശരിക്ക് തലപ്പത്ത് കയറ്റിവെക്കാൻ, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ പ്രത്യേക വിഭാഗത്തെ ഈ പുണ്യഭൂമിയിലേക്ക് കൊണ്ടുവരാൻ മുൻ തീരുമാനമനുസരിച്ച് സെലക്ട് ചെയ്തവരാണ് ഇവിടെ എത്തുക എന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലത്തവരുടെ ബാധ്യത അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ കൂടുതലാണ്. ഇത് ഗ്രഹിക്കുന്നവർ വളരെ ദുർലഭവുമാണ്. നിങ്ങളെപ്പോലത്തെ മുമ്പ് ഹജ്ജും ഉംറയും ചെയ്ത് പ്രാക്ടീസുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വരുന്നവരൊക്കെ വളരെ ചുരുക്കമായിരിക്കും. ബഹുഭൂരിപക്ഷം ഉംറക്കും ഹജ്ജിനും വേണ്ടി വരുന്നവരെ ഞങ്ങളിവിടെ കാണാറുള്ളത് യഥാർത്ഥത്തിൽ അവർ ചെയ്യാൻ വന്ന ഹജ്ജ് അല്ലെങ്കിൽ ഉംറ ഏത് രൂപത്തിൽ ചെയ്യണമെന്ന് വരെ പഠിക്കാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ വേണ്ടതുപോലെ ചെയ്യാതെ ചെയ്ത ഉംറയോ ഹജ്ജോ ബാത്തിലാക്കി പോകുന്നവരെ കണ്ടവരാണ് ഞങ്ങൾ. ബാത്തിലാക്കി സ്വീകാര്യോഗ്യമല്ലാത്ത രൂപത്തിൽ ചെയ്തു കൂട്ടി പോകുന്നവരെ ഞങ്ങൾ കാണാറുണ്ട് ഹാജിമാരുടെ കൂട്ടത്തിൽ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഈ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ. അതിനും നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ടാക്സ് അടക്കേണ്ടതുണ്ട്. പറഞ്ഞു വരുന്നത്, നിങ്ങളെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ പുണ്യഭൂമിയിലേക്ക് എന്തൊരാവശ്യാർത്ഥം ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുവന്നു. ആ ആവശ്യം നിങ്ങൾ ശരിക്ക് പുലർത്തിയോ, അത് നിറവേറിയോ, അത് ഗ്രഹിച്ചോ, അത് മനസ്സിലാക്കിയോ എന്നൊരു ആത്മപരിശോധന നടത്താൻ വേണ്ടി മാത്രമാണ് ഈ അല്പസമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അതെ, നമ്മുടെ ജീവിതത്തിൽ പലരും 60 വർഷം, 50 വർഷം, 40 വർഷം, ഒരുപക്ഷെ 60-ൽ കൂടുതൽ ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടിയവരായിരിക്കാം. അല്പസമയമാണ് നമുക്കിനി ഈ നാട്ടിൽ അഥവാ ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടാനുള്ളത്. നമുക്ക് ഇന്നോ നാളെയായി വിട വാങ്ങേണ്ടി വരുന്ന നശ്വര ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നറിയാത്തവർ നമ്മളിലില്ല. പക്ഷേ വയസ്സ് കൂടുന്തോറും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും പച്ച മലയാളത്തിൽ മേലെണ്ണം കൊതികളൊക്കെ വർദ്ധിക്കുമെന്ന ശൈലിയാണ് സഹീൽ ബുഖാരിയിലും മറ്റും റസൂലുള്ളാഹിയെ തൊട്ട് സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും ആ രൂപത്തിൽ ചിന്തിക്കാതെ ശരിക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ അള്ളാഹുവിൻ്റെ ഓർഡർ വരുമ്പോൾ എല്ലാ നിലക്കും പാശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി എല്ലാ പഴയ കറുത്ത പട്ടികകൾ വെളുത്തതാക്കി മാറ്റി റബ്ബിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരുക്കത്തിൽ നാം ഓരോരുത്തരും ഉണ്ടാവണം. അതാണ് ബുദ്ധിജീവി കാട്ടേണ്ടത് എന്നതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം റബ്ബ് ഇറക്കിയതായ, അഥവാ ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി വരുന്നവരോട് റബ്ബ് സംസാരിച്ചതായ ആയത്തുകളുടെ മധ്യത്തിൽ പറഞ്ഞത്. വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. നിങ്ങൾ സമ്പാദിക്കണം. നിങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി വന്നവരാണ്. നിങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾ സാദ് ഉണ്ടാക്കണം. ആ സാദ് ഇവിടെയല്ലാതെ മറ്റ് ഏത് നാട്ടിലും കിട്ടാത്ത നിലക്കുള്ളതായ സാദാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് അത് പ്രത്യേകം പറയാൻ കാരണം ലോകത്തിൽ എവിടെയും മക്കയില്ല, അത് ഒന്നേ ഉള്ളൂ. മദീനയില്ല, അത് ഒന്നേ ഉള്ളൂ. അള്ളാഹിൻ്റെ ചിഹ്നങ്ങളാകുന്ന ഹജറുൽ അസ്വദ്, മഖാം ഇബ്രാഹിം, സംസം, സഫ, മർവ പോലത്തതായ ചിഹ്നങ്ങൾ ലോകത്ത് എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഈ സ്വർണാവസരം നൽകിയതായ നിങ്ങളോട്
നിങ്ങൾ ഇവിടെ വെറുതെ വരുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഈ വരവേൽപ്പിലൂടെ ഒരു പ്രത്യേക സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി വരുന്നതായ ഭൂമി നിങ്ങൾക്ക്, ആ ഭൂമി മാത്രമല്ല അവകളിലുള്ള ചിഹ്നങ്ങൾ, നിങ്ങളോട് ഓതുന്ന കഥനക്കഥകളിലൂടെ നിങ്ങളുടെ ഈമാനിന് വളർച്ചയുണ്ടാവണം, നിങ്ങളുടെ തളർന്ന ഈമാൻ വളരണം, നിങ്ങൾ അള്ളാഹിലേക്ക് അടുക്കണം, നിങ്ങൾ ആള് മാറണം, നിങ്ങളിൽ ചേഞ്ച് ഉണ്ടാവണം. ഇതൊക്കെ അള്ളാഹിൻ്റെ നിർബന്ധമായ ഭാഗമാണ്. ഇനി നിങ്ങൾ പരിശോധിക്കുക, ഈ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഈ യാത്രയിലൂടെ നിങ്ങൾ എത്തിയോ ഇല്ലേ എന്ന് ഓരോരുത്തരും പരിശോധിച്ച് വല്ല വീഴ്ചയും ഉണ്ടെങ്കിൽ നികറ്റണം. അള്ളാഹിൻ്റെ ശൈലിയാണ് മക്ക കണ്ടവരോടും അല്ലാത്തവരോടുമെല്ലാം. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് നിങ്ങൾ ജീവിക്കണം. 152 തവണ അള്ളാഹ് ചർച്ച ചെയ്ത സബ്ജക്റ്റാണ് തഖ്വ. 152 തവണ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, തഖ്വ ചെയ്യാൻ വേണ്ടി റബ്ബ് നമ്മോട് പറയുകയാണ്. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഓരോ നഫ്സും ഒരാത്മപരിശോധന നടത്തട്ടെ, നാളേക്ക് വേണ്ടി എന്ത് തയ്യാറ് ചെയ്തു വെച്ചു എന്നൊന്ന് പരിശോധിക്കുക. ഇപ്പോൾ മലക്കുൽ മൗത്ത് വന്നാൽ നിങ്ങൾ ആരും ബേജാറാൻ വേണ്ടി പറയല്ല. എനിക്ക് അനുഭവമാണ്. ഞാൻ പലയിടങ്ങളിലും ക്ലാസ് എടുക്കാൻ വേണ്ടി ഹാജിമാരുടെയും ഉംറക്കാരുടെയും ഇടയിൽ പോകുമ്പോൾ കണ്ട ഹാജിമാരിൽ നിന്നിട്ട് ചിലർ നാട്ടിലേക്ക് എത്തിയ ശേഷമല്ല, മക്കയിലെത്തിയ ശേഷമല്ല, ഞാൻ ക്ലാസ് എടുത്ത് പോകുമ്പോൾ ആരും പേടിക്കാൻ വേണ്ടി പറയല്ല. നമ്മുടെയൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് അവൻ്റെ താഅത്തിൽ അവനുള്ള അനുസരണത്തിൽ ആയുസ് വർദ്ധിപ്പിക്കട്ടെ, ആരോഗ്യം നൽകട്ടെ. പേടിക്കാൻ വേണ്ടി പറയല്ല. ഇതിന് നേരെ മുമ്പിലുള്ള ലോഡ്ജിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഹാജി ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിൽ വല്ല ചോദ്യം ചോദിച്ച ഹാജി, എന്നിട്ട് ഞാൻ റൂമിലേക്ക് എത്തിയപ്പോൾ ഫോണ്, അദ്ദേഹം മരിച്ചു, അദ്ദേഹം വിടവാങ്ങി, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത് നമ്മുടെ എല്ലാം സ്ഥിതിയാണ്. ഈ ഞാൻ ധരിച്ച ഡ്രസ്സ് ഞാനാണോ ഇത് ചേഞ്ച് ചെയ്യുക, അല്ല എന്നെ കുളിപ്പിക്കുന്ന ആളാണോ എന്ന് എനക്കും നിങ്ങൾക്കും ഉറപ്പ് പറയാൻ പറ്റാത്ത ദയനീയ ജീവിതമാണ് നാം ജീവിക്കുന്നത്. അള്ളാഹിൻ്റെ പിടുത്തത്തിലാണ് നാം ഓരോരുത്തരും. എത്ര വയസ്സായിരുന്നാലും വിരോധമില്ല. വയസ്സൊന്നും അള്ളാഹുവിൻ്റെ നിഘണ്ടുവിൽ അതിന് വിലയില്ല. അള്ളാഹുവിൻ്റെ നിഘണ്ടുവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദാ ജാഅ അജലുഹും ലാ യുഅഖിറൂന സഅ, ഒരാളുടെ അവധി വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പിന്തിപ്പിക്കുകയോ മുന്തിപ്പിക്കുകയോ ഇല്ല. ലാ യസ്തഖ്ദിമൂന സഅതൻ വലാ യസ്തഅഖിറൂൻ. ഇത് നമുക്കറിയാവുന്ന ഒരു പരമാർത്ഥവും യാഥാർത്ഥ്യവുമായിരിക്കവേ ചെയ്യാൻ വന്ന സൽക്കർമ്മങ്ങൾ പരിപൂർണമായി ചെയ്യണമെന്ന നിർബന്ധ ബാധ്യത നിങ്ങളുടെ ഉപദേഷ്ടാവിലൂടെ കേട്ട് കാണും, അമീറിലൂടെ കേട്ട് കാണും. നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വരുമ്പോൾ റബ്ബ് പറഞ്ഞ ശൈലി അതിമ്മൂ, പരിപൂർണമാക്കി ചെയ്യണം. അടുത്തൊരു ഭാവിയിൽ പിന്നൊരു തവണ വരാമല്ലോ പുണ്യഭൂമിയിലേക്ക്, അന്ന് നന്നായി ചെയ്യാമല്ലോ എന്ന വ്യാമോഹം പാടില്ല. റസൂലുള്ളാഹിക്ക് ഒരു ശൈലിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കരിക്കുന്ന ആളോട് പറയുന്ന ശൈലിയാണ് എന്ത്? സല്ലി സലാത്ത മോദ്യ. ലോകത്തോട് എന്നേക്കുമായി വിട വാങ്ങുന്നവനാണെന്ന് ഉറപ്പുള്ള വ്യക്തി ഇനി ഈ നമസ്കാരം കഴിഞ്ഞാൽ വേറൊരു നമസ്കരിക്കാൻ ചാൻസ് കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ളവൻ എത്ര ഭക്തിയോടെ, എത്ര ഭയത്തോടെ, എത്ര പേടിയോടെ, എത്ര ഖുശൂഅോടെ നമസ്കരിക്കും. ആ രൂപത്തിലായിരിക്കണം നിങ്ങളുടെ സർവ്വ നമസ്കാരവുമെന്ന് നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി. ഇതിനേക്കാളും സാഹിത്യശൈലി വേറെ പറയാനില്ല. റസൂലല്ലേ പറയുന്നത്. നിങ്ങൾ ഇനിമേലിൽ ജീവിച്ച് നമസ്കരിക്കാൻ സാധിക്കുമെന്ന ഉറപ്പില്ലാത്ത ഒരു വ്യക്തി, ഇതോടുകൂടി ഞാൻ മരിക്കുമെന്ന് ഉറപ്പ് ഒരാൾക്ക് കിട്ടിയാൽ അയാൾ എങ്ങനെയായിരിക്കും നമസ്കരിക്കുക? ആ ഭക്തി എല്ലാ നമസ്കാരത്തിലും ഉണ്ടാവണമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാരണം? ഏത് നമസ്കാരം കഴിഞ്ഞാലും ശേഷം ജീവിക്കുമോ എന്ന് എനിക്കും നിങ്ങൾക്ക് ഉറപ്പില്ല എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഏത് ഹജ്ജ് ചെയ്യുമ്പോൾ ഇനി ഭാവിയിൽ ഒരു തവണ മക്കയിൽ വരാൻ, മദീനയിൽ വരാൻ ചാൻസ് കിട്ടുമോ ഇല്ലേ എന്ന് ആർക്കും ഉറപ്പില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ശരിക്കാ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തണം എന്നതാണ് ആ ശൈലി റബ്ബ് ഉപയോഗിക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങളൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ഓരോ വ്യക്തിയുടെ ആത്മാവിനോട്, ശരീരത്തോട് നിങ്ങൾ എത്ര കണ്ട് ഈ കൽപ്പന ഫിറ്റാക്കി? റബ്ബിൻ്റെ ഓർഡർ പരിപൂർണമാക്കി ചെയ്യണം. രണ്ടാമത്തത് ലില്ലാ, അള്ളാഹ്ക്ക് മാത്രം ചെയ്യണം. എന്തിനു വേണ്ടിയല്ല? ലോകമാന്യത്തിന് വേണ്ടിയല്ല, ഉംറക്കാരൻ എന്ന് നാട്ടുകാർ പറയാൻ വേണ്ടിയല്ല, ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല. കുട്ടി അയച്ചു തന്ന വിസ അത് ശരിക്കും ഉപയോഗപ്പെടുത്തി കളയാം, ഡ്രാഫ്റ്റ് അത് ശരിക്കും ഉപയോഗപ്പെടുത്തി കളയാം, അതിന് വേണ്ടിയല്ല. മറിച്ച് റബ്ബിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം.
ഇത് നമ്മുടെ പരലോക റസീദാണ്. പരലോക അക്കൗണ്ടിലേക്ക് നാം കൂട്ടിച്ചേർക്കുന്നതായ ആ ബാങ്കിലേക്കുള്ള റസീദാണ് ഏത് നാം ചെയ്തുകൊണ്ടേയിരിക്കുന്ന അമലുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള അമലുകൾ പൊതുവെ എല്ലാ തഖ്വയെക്കുറിച്ചും തഖ്വയുടെ അണ്ടറിൽ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സർവ്വ ഇബാദത്തുകളെ കുറിച്ചും അങ്ങനെ പറയാമെങ്കിലും ഇതൊരു പ്രത്യേക അമലാണ്. ഇത് ലോകത്ത് എവിടെയും ചെയ്യാൻ പറ്റുകയില്ല. കേരളത്തിലിരിക്കുന്ന വേളയിൽ നമസ്കാരം വർദ്ധിപ്പിക്കാം, നോമ്പ് വർദ്ധിപ്പിക്കാം, ധർമ്മം വർദ്ധിപ്പിക്കാം, പ്രസംഗം വർദ്ധിപ്പിക്കാം, ദഅവത്തുകൾ വർദ്ധിപ്പിക്കാം, ഏത് ഇബാദത്തുകളും വർദ്ധിപ്പിക്കാം. ഇതങ്ങനെയല്ലല്ലോ. ഇത് മക്കയിൽ തന്നെ വരണം ഉംറക്ക്, മക്കയിൽ തന്നെ ചെയ്യണം ഹജ്ജ്, മക്കയിൽ തന്നെ വേണം ഹജറുൽ അസ്വദ് ചുംബിക്കണമെങ്കിൽ, സംസം അവിടെ നേരിട്ട് സംസം ഉത്ഭവിക്കുന്ന നാട്ടിലിരുന്ന് കുടിക്കണമെങ്കിൽ, അപ്പോൾ ആ പ്രത്യേക ആസ്വാദനം റസൂൽ കാട്ടിയതുപോലെ കണ്ടില്ലേ. റസൂൽ ഇങ്ങനെയുള്ള അമലുകൾ ചെയ്യുമ്പോൾ ആ ആവേശം, ആ ഉന്മേഷം നമുക്ക് പഠിപ്പിക്കുകയാണ്. നബി മുമ്പ് ജനിച്ചത് തന്നെ മക്കത്താണ്, ജനിച്ച് വീണത് തന്നെ മക്കത്താണ്. അങ്ങനെയുള്ള മക്കക്കാരനായ ദൂതർ നുബുവത്തിൻ്റെ ദുൽഹജ്ജിൻ്റെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വന്ന 10ാമത്തെ വർഷത്തിലാണ് നബി ചെയ്ത ഹജ്ജ്. ആ ഹജ്ജത്തുൽ വദാഇ എന്ന ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം കിണറിൻ്റെ പരിസരത്തിൽ മറ്റുള്ളവർ കൊടുക്കുന്നത്, അവിടെ മറ്റുള്ളവർക്ക് ഇത് വിതരണം ചെയ്യുന്നതായ ആ സഹാബാക്കളുടെ പരിസരത്ത് നിന്നുകൊണ്ട് തോൽക്കൊട്ട വാങ്ങിയും കൊണ്ട് നബി തന്നെ ഭാര്യയിൽ കോർക്കുന്ന രൂപത്തിൽ, പള്ള നിറയുന്ന രൂപത്തിൽ ഊറ്റി കുടിക്കാൻ നമ്മൾ പറയും, ആവേശത്തോട് കുടിക്കാന്ന്. മുമ്പ് കണ്ടതുപോലെ, അവിടെ തന്നെ ജനിച്ച് വളർന്ന മനുഷ്യനാണ്, മുമ്പ് കണ്ടതുപോലെ. അപ്പോൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അതേ ആവേശത്തിൽ ആദ്യം ചെയ്യുമ്പോൾ ചെയ്ത് കാണിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ അങ്ങനെയുള്ള ആവേശം ഉണ്ടാവാറുണ്ടോ? ഒരു പരിശോധന. നാം ഈ നാട് കണ്ട ശേഷം, ഈ പുണ്യഭൂമി കണ്ട ശേഷം, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗത്തെക്കുറിച്ച് കണ്ടുപഠിക്കാൻ ചാൻസ് കിട്ടിയ ശേഷം, ആ ത്യാഗം ഇവിടെയാണ് നടത്തിയത്. 70ഓളം പോരാട്ടം നബിയുടെ നേതൃത്വത്തിൽ, അതിൽ 25ഓ 28ഓ പോരാട്ടം ഈ നാട്ടിലാണ് നടത്തിയത് എന്നതൊക്കെ ഇവിടെ വന്ന് പഠിക്കാൻ സാധിച്ച ശേഷം സ്വർഗത്തിൻ്റെ തോപ്പാണെന്ന് റസൂൽ പ്രഖ്യാപിച്ച ഭൂമിയിലേക്കാണ് ഞാൻ മദീനയിലേക്ക് ചെന്നത്. ആ സ്വർഗത്തിൻ്റെ തോപ്പ് എന്ന സ്ഥലത്തിലൂടെ എനിക്ക് ധാരാളം പാഠം പഠിക്കാൻ സാധിച്ചു എന്ന റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ച ശേഷം എന്ത് കാട്ടി, എന്ത് ചേഞ്ച് ഉണ്ടായി? ഓരോരുത്തരും ചോദിക്കുക. വല്ല പരിവർത്തനം. നിസ്കരിക്കാൻ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും എന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആ നിഅമത്ത്, എനിക്ക് വിസ തന്ന ആ നിഅമത്ത്, അതൊരു വലിയ നിഅമത്താണല്ലോ, എല്ലാവർക്കും കിട്ടാറില്ല. എത്രയോ ആൾക്കാർ നിങ്ങൾ വന്ന നാട്ടിലുണ്ട്. നിങ്ങൾ വന്ന നാട്ടിൽ എത്രയോ കോടാനകോടി മുസ്ലിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന്, ഉംറ ചെയ്യണമെന്ന് പൂതിയുള്ളവരുണ്ട്. അവർക്ക് വരാൻ തോന്നിയിട്ട് പോലുമില്ല, ചാൻസ് കിട്ടിയിട്ടുമില്ല. പ്രാർത്ഥിക്കുന്നവരുണ്ട്, തൗഫീഖ് കിട്ടിയിട്ടില്ല. അപ്പോൾ അല്ലാഹ് ചെയ്ത മഹാ അനുഗ്രഹം ഓർത്തിട്ട് ഈ ചാൻസ് കിട്ടിയ ശേഷം അൽഹംദുലില്ലാൻ്റെ ആ ധ്വനി അല്ലെങ്കിൽ അൽഹംദുലില്ലാൻ്റെ ആസ്വാദനം മാറിയോ? റബ്ബിൻ്റെ മുമ്പിൽ നിന്നിട്ട് നിസ്കരിക്കുമ്പോൾ ചോദിക്കണം ഓരോരുത്തരും. 1432 വർഷം മുമ്പ് അള്ളാഹുവിൻ്റെ ദൂതർ മദീനയിലേക്ക് കടന്നു വന്നത് വെറുതെയല്ല. പിന്നെയോ നിങ്ങളെപ്പോലത്തവരെ, എന്നെ പോലത്തവരെ ഈ മതത്തിൻ്റെ മെമ്പറാക്കാൻ വേണ്ടിയുള്ളതായ ആ മഹാ അശാന്ത പരിശ്രമത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അത്. അവിടെ മക്കയിലാകുമ്പോൾ അതിൽ വിജയം കണ്ടില്ല. കാണാതിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ചാൻസുള്ള, ചുറ്റുപാടുള്ള, അന്തരീക്ഷമുള്ള ജൂതന്മാരെ പോലത്ത അഹ്ലി കിതാബികൾ കുടിയേറി പാർത്തിട്ട് പരിചയമുള്ള, ദീനുമായി ബന്ധമുള്ള, തൗഹീദുമായി ബന്ധമുള്ള ആൾക്കാർ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കുന്നവരിലേക്ക് അള്ളാഹു എന്ത് ചെയ്തു? ഈ മക്കയെ ബന്ധപ്പെടുത്തി. അതിനെന്ത് കാട്ടി? ഈ നാട്ടുകാർ അവിടേക്ക് ഹജ്ജിന് വേണ്ടി ചെന്നപ്പോൾ ആദ്യം 6 പേര് നുബുവത്തിൻ്റെ 11ാമത്തെ വർഷത്തിൽ, 12ാമത്തെ വർഷത്തിൽ 12 പേര്, നുബുവത്തിൻ്റെ 13ാമത്തെ വർഷത്തിൽ 75 പേര് ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. ബന്ധമുണ്ടാക്കുന്ന ശൈലി എന്തിനാണ്? ഈ മതം അവിടെ വിജയിച്ചില്ല, ഈ മതപ്രചരണം അവിടെ വിജയിച്ചില്ല. അവിടെ നബിയുടെ സ്വന്തം നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാരടക്കം നബിയെ കൊല്ലാൻ പ്ലാനിടുന്നു, നബിയെ നാട് കടത്താൻ പ്ലാനിടുന്നു. മഹാ ഉൾക്കൊള്ളാൻ പറ്റാത്തതായ രംഗങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് നേരിടേണ്ടി വരുന്നു. നബി തന്നെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ പ്രയാസം ആയിഷ, അത് 2 തവണയായിരുന്നു. ഒന്ന്, തായിഫിലേക്ക് ഞാൻ മക്കക്കാർ എന്നെ സ്വീകരിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ, മക്കക്കാർ എൻ്റെ വാക്ക് പാലിക്കാതിരിക്കുന്ന കണ്ടപ്പോൾ, മക്കക്കാർ എൻ്റെ ദഅവത്ത് അവഗണിക്കുന്ന കണ്ടപ്പോൾ, ഇത് സ്വീകരിക്കാൻ ആരെയെങ്കിലും
ഈ നാട്ടിൽ നിന്ന് പുറത്തുള്ളവരെ കിട്ടുമോ എന്ന ആ ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് റസൂലുള്ള പുറപ്പെടുന്നു. ഇവിടേക്ക് പഴയ ബന്ധമുള്ളതായ സഖീഫ് ഗോത്രക്കാരുടെ നാട്ടിലേക്ക്. ഇതൊക്കെ മദീനയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവിടേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ മതം പ്രചരിപ്പിക്കാൻ. നാം ഇപ്പോൾ ധൈര്യത്തോടു കൂടി നമസ്കരിക്കുന്ന മതം, ധൈര്യത്തോടു കൂടി തൽബിയത്ത് ചൊല്ലിയ മതം, ധൈര്യത്തോടു കൂടി റബ്ബിന്റെ മുമ്പിൽ വെച്ച് 5 വക്ത് നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നതായ ഈ തത്വം ഉൾക്കൊള്ളുന്ന മതം, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ തായിഫിൽ നിന്നിട്ട് എന്താ സംഭവിച്ചത് നിങ്ങൾ കേട്ട് പരിചയമുണ്ട്. റസൂൽ തന്നെ പറയുന്നു, കല്ലേറ് കൊണ്ട സ്ഥലത്തല്ല വീണത്. ഒരു സ്ഥലത്ത് കല്ലേറ് കൊള്ളുന്നു, അവിടെ നിന്ന് തലക്ക് കറക്കം വരുന്നു. അങ്ങനെ അവസാനം എവിടുന്നോ ബോധമുണ്ടായി, എവിടുന്നോ ബോധം നഷ്ടപ്പെട്ട് പിന്നെ എവിടുന്നോ ബോധമുണ്ടായി. ലോക നേതാക്കളുടെ നേതാവായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കർണൽ സാലിബിൽ വെച്ചിട്ട് ഞാൻ കണ്ണു തുറക്കുന്നു. അവിടെ നല്ല കല്ലേറ് കൊണ്ടത് വേറെ എവിടുന്നോ ആണ്. അവിടെയാണ് കണ്ണു തുറക്കുന്നത്. അപ്പോൾ മുമ്പിൽ കാണുന്നത് അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും അത്ഭുത സൃഷ്ടിയായിട്ട് നാം ഖുർആനിലൂടെ പരിചയപ്പെടുന്നതായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. പറയുന്നു, ദൂതരെ പ്രയാസപ്പെടേണ്ടതില്ല, എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ പർവ്വതങ്ങളെ കാവൽഭടന്മാരാക്കിയിട്ട് അള്ളാഹ് നിർണയിച്ച മാലാക്കന്മാരാണ്. ഓർഡർ തന്നാൽ മതി, അവർ ഈ 2 തായിഫിലുള്ള പർവ്വതങ്ങളെ ഇവർക്ക് ഖബറാക്കി മാറ്റും. നിങ്ങളെ കല്ലെറിഞ്ഞവർക്ക് ഖബറാക്കി മാറ്റും, പറഞ്ഞാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹത്തിൻ്റെ കഷ്ണമായി ലോകത്തിന് നിയോഗിക്കപ്പെട്ട ദൂതർ എന്താണ് മറുപടി നൽകിയത്? അതല്ല, പറയും പോലെ ഇവിടെ നശീകരണത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്, പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ റസൂല് പറയുന്നു, ഇവരുടെ മക്കളിൽ ആരെങ്കിലും ഞാൻ കൊണ്ടുവന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കേണ്ടത് അള്ളാഹനെ മാത്രം, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹിനോട് മാത്രം, അറക്കേണ്ടതും നേർച്ചയാക്കേണ്ടതും ഭയപ്പെടേണ്ടതും യഥാർത്ഥ ഭയം, സ്നേഹിക്കേണ്ടതും യഥാർത്ഥ സ്നേഹം, തവക്കുലാക്കേണ്ടതും ഇതെല്ലാം അള്ളാഹ്ക്ക് മാത്രം എന്ന കലിമത്ത് തൗഹീദ് പറയുന്നവർ ഇവരുടെ സന്തതികളിൽ ആരെങ്കിലും, മക്കളുടെ മക്കളിൽ ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതാണ് വിജയം, അതാണ് ലക്ഷ്യം എന്നല്ലാതെ ഇവരെ നശീകരിക്കലല്ല എൻ്റെ ലക്ഷ്യം എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം പറയേണ്ടതില്ലല്ലോ. മക്കയിൽ നിന്നിട്ട് നാട് കടത്തപ്പെട്ടു, അല്ലെങ്കിൽ മക്കയിൽ വിജയമില്ല. സ്വന്തം ജീവസഖിയായിരുന്ന, അവർക്ക് താങ്ങും തണലുമായിരുന്ന ഖദീജ വഫാത്തായി. അതുപോലെ തന്നെ 40ഓളം കൊല്ലവും വാപ്പയ്ക്ക് വാപ്പ, ഉമ്മയ്ക്ക് ഉമ്മ, എളാപ്പാക്ക് എളാപ്പ, മുത്താപ്പാക്ക് മുത്താപ്പ എല്ലാമായിരുന്ന അബൂ താലിബ് മുസ്ലിമാണെങ്കിലും അവർക്ക് താങ്ങും തണലുമായിട്ടായിരുന്നു അതുവരെ ജീവിച്ചത്. അദ്ദേഹം മരിച്ചു. ചരിത്രകാരന്മാര് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന ആ വർഷത്തിന് പേര് വെച്ചിരുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ക്ഷമയാചനത്തെ, ആ ദുഃഖത്തെ കണ്ട റബ്ബ് അവർക്ക് അവിടെ തന്നെ അള്ളാഹുവിൻ്റെ ദൂതര് സത്യത്തിലാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മനുഷ്യന്മാരിൽ വിശ്വസിക്കാത്ത ആ സന്ദർഭത്തിൽ ജിന്നുകളെ കൊണ്ട് ആ മതം വിശ്വസിപ്പിച്ചിട്ട്, ജിന്നുകളെ സമ്മേളിപ്പിച്ചിട്ട്, ജിന്നുകൾ ആയത്ത് കേട്ട രംഗങ്ങളൊക്കെ ഹദീസിലും ചരിത്രത്തിലും കാണാം. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു വതആല നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൃദയ സമാധാനം ഉണ്ടാക്കിയത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന നാടുമായുള്ള ബന്ധം, നിങ്ങൾ ഈ ഇരിക്കുന്ന നാടുമായുള്ള ബന്ധം, ഈ നാട്ടിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച 6 ആളെ, പിന്നെ 12 ആളെ, പിന്നെ 75 ആളെ എഗ്രിമെൻ്റ് നടക്കുന്നു. ആദ്യമായിട്ട് ആ 2ാമത്തെ വർഷത്തിൽ ഈ നാട്ടിലേക്ക് ഈ മതം പഠിപ്പിച്ചു കൊടുക്കാൻ, ഈ മതത്തിൻ്റെ മൂലാധാരം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നു. അദ്ദേഹം വരുന്നു. നോക്കൂ റബ്ബിൻ്റെ പ്ലാനിങ്. ഏത് നാട്ടിലെയാണ് സെലക്ട് ചെയ്യുന്നത്? ഈ നാട്ടിൻ്റെ പഴയ പേര് യഥ്രിബ് എന്നാണ്. യഥ്രിബ് ഒരു അറബി നേതൃത്വത്തിൻ്റെ പേരാണ്. അവനാണ് ഈ നാട്ടിനെ കണ്ടുപിടിച്ചവൻ. അത് ഏതോ കാലഘട്ടമാണ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം വരുന്നതിന്. ആ അദ്ദേഹത്തിൻ്റെ പേര് നാട്ടിൽ അറിയപ്പെട്ടിരുന്നു. പക്ഷേ ആ നാട്ടിലേക്ക് തൗറാത്തിലും മറ്റു പഴയ ഗ്രന്ഥങ്ങളിലുമുള്ള അടയാളം അനുസരിച്ചിട്ട് ഈത്തപ്പനകളുടെ തോട്ടങ്ങളുള്ളതായ കൃഷിസ്ഥലമായിരിക്കും നബി ഹിജറ വരുന്ന നാട് എന്ന് അവസാനം വരാൻ പോകുന്ന ദൂതരെ കുറിച്ച് മുമ്പ് വിവരമുള്ളത് കൊണ്ട് ആ വിവരമുള്ള ജൂതന്മാർ ഇവിടെ കുടിയേറി പാർത്തു. അതുകൊണ്ട് റസൂൽ ഇവിടെ വരുന്നതിന് മുമ്പ് ബനൂ ഖുറൈള, ബനീ നദീർ, ബനൂ ഖൈനുഖ എന്ന പേരിൽ നീണ്ട 3 വലിയ 3 കബീലക്കാർ ജൂതന്മാർ ഇവിടെ താമസിച്ചിരുന്നു. അവർ മദീനക്കാരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അന്ന് മദീനയിലുള്ളവരാരാണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെ പറയാതുള്ളത് പോലെ ഈ അന്തമാൻ ദ്വീപിലേക്ക് കയറ്റിയാക്കപ്പെടുമല്ലോ എന്നതുപോലെ
യമനിൽ മഹാപരാക്രമികളായി ജീവിച്ചിരുന്നതായ സബ ഗോത്രക്കാർ, അന്നത്തെ ഏറ്റവും വലിയ വൻരാഷ്ട്രമാണ് സബ. ആ വൻരാഷ്ട്രത്തെ റബ്ബ് പണ്ട് കാലഘട്ടങ്ങളിൽ തകർത്തിരുന്നു. വാക്ക് പാലിക്കാത്തത് കൊണ്ട്, നന്ദി പ്രകടിപ്പിക്കാത്തത് കൊണ്ട്, റബ്ബിന്റെ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട്. ഏറ്റവും വിശാലമായ സബ മുതൽ അല്ലെങ്കിൽ യമൻ മുതൽ ഫലസ്തീൻ വരെ 3000-ഓളം നാഴിക അകലെ സ്ഥിതി ചെയ്യുന്ന നാട് പട്ടണമാക്കി കൊടുത്തിരുന്നു അള്ളാഹു അവർക്ക്. എന്നിട്ട് അവർ തെറി പറഞ്ഞവർ, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അണക്കെട്ട് പൊട്ടിച്ചു, തകർത്തി, അവരെ ഛിന്ന ഭിന്നമാക്കി. മസ്സഖ്നാഹും കുല്ല മുമസ്സഖ്, അവരെ നാം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു എന്ന് പറയുന്നു. ആ വിഭാഗം ഓടിച്ചെന്ന് കുടിയേറിപ്പാർത്തത് ഒരു വിഭാഗം അവരിൽ നിന്നിട്ട് മദീനയിലായിരുന്നു, മറ്റൊരു വിഭാഗം ഷാമിലും പിന്നൊരു വിഭാഗം ഇറാഖിലും. അങ്ങനെ കുടിയേറിപ്പാർത്ത ഔസുകളും ഖസർജികളും താമസിച്ചതായ ആ നാട് പിന്നെന്തായി മാറുന്നു? സുബ്ഹാനല്ലാഹ്. നിങ്ങളിപ്പോൾ കാണും പോലെ 15 നൂറ്റാണ്ട് ഈ നാട് അന്നത്തെ പ്രകാശം ഇന്ന് വരെ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹ് വാഗ്ദാനം ചെയ്തതനുസരിച്ചിട്ട് ഖിയാമത്ത് നാൾ വരെ ലംഘുന്ന പ്രകാശിക്കുന്ന ഈമാൻ. നിങ്ങൾ കണ്ടില്ലേ മദീനത്തെ പള്ളിയിൽ നിങ്ങളുടെ ഉപദേഷ്ടാക്കൾ പറഞ്ഞു തന്നു കാണും. അവിടെയുള്ള സ്വർഗ്ഗത്തോപ്പിലേക്ക് കടന്നാൽ അവിടെ വലിയ രണ്ട് ഹദീസ് വണ്ടേ കഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, മിമ്പറിൻ്റെയും റസൂലുള്ളാഹിയുടെ വീട്ടിൻ്റെയും ഇടയിൽ റസൂൽ വിഷമം കൊള്ളുന്ന ആ ആയിഷയുടെ വീട്ടിന്റെയും മിമ്പറിന്റെയും ഇടയിൽ 2 ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഈമാൻ അറിയില്ലേ? ഈമാൻ 437 തവണ ഖുർആനിൽ ചർച്ച ചെയ്ത ഈമാൻ എന്ന സാധനം മദീനയിൽ അഭയം തേടും. അത് മദീന അതിനുള്ള അഭയ കേന്ദ്രമാണ്. അത് സുരക്ഷിതത്വത്തോടുകൂടി നിലനിൽക്കും. ഏതുപോലെ പാമ്പ് അതിൻ്റെ മാളത്തിൽ ശത്രുവിനെ ഭയപ്പെട്ടുകൊണ്ട് അഭയം തേടുന്നത് പോലെ. കമാ തഅ്റുസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പിന്നൊരു ഹദീസ് നിങ്ങൾ കണ്ടതാണ്, വായിച്ചതാണ്. അതെന്താണ്? മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും മധ്യത്തിലുള്ള സ്ഥലം സ്വർഗത്തിൻ്റെ തോപ്പാണ്. ഈ 2 ഹദീസ് അവിടെ കണ്ടില്ലേ? അതിൽപ്പെട്ട ഒരു ഹദീസാണ്. ഈമാനിൻ്റെ മഅരിസാക്കി മാറ്റുന്ന നാട്. എങ്ങനെയാണ്? ഇലാഹി പ്ലാനിങ്, അർശിൻ്റെ മീതെ നിന്ന് നടന്ന പ്ലാനിങ്. ആ പ്ലാനിങ് അനുസരിച്ചിട്ട് മക്ക മിനയിൽ ഒരുമിച്ച് കൂടുന്നു. 3 വർഷത്തിലൂടെ ഹജ്ജ് സീസണിലൂടെ പ്ലാനിങ് പരിപാടി ഇടുന്നു. മദീനയിലേക്ക് ആൾക്കാരെ അയക്കുന്നു. പിന്നെ അവസാനം റസൂൽ അടക്കമുള്ളവർ ഹിജ്റ വരാൻ ഓർഡർ വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് 1432 വർഷമുള്ള റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിൻ്റെ ദൂതരത ഈ നാട്ടിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ നാട്ടിലുള്ള സർവ്വ വീടുകളിലും, അത് മുസ്ലിം അമുസ്ലിം വീടുകളിൽ, ജൂതന്മാരുടെ വീടുകളിൽ, അല്ലാത്തവരുടെ വീടുകളിൽ ഈ മതം ചർച്ചാ വിഷയമായി മാറി. ആരിലൂടെ? ഒരു വ്യക്തിയിലൂടെ മാത്രം. ആരാണത്? മുസ്അബ് ഇബ്നു ഉമൈർ. ആരാണത്? മുസ്അബ് ഇബ്നു ഉമൈർ. 23കാരൻ അല്ലെങ്കിൽ 22കാരൻ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടി 15 വയസ്സായാലും കുട്ടി നോമ്പ് പിടിക്കൂല. എന്താണ്? താലോലിച്ച് വളർത്തല്ലേ, കുട്ടിക്ക് ക്ഷീണം വന്നു പോകണ്ട. അങ്ങനെ നോമ്പ് നോറ്റാൽ തന്നെ കുട്ടി വാപ്പ അറിയാതെ ഉമ്മ അറിയാതെ നോമ്പ് തോറ്റാൽ തന്നെ മുറിപ്പിക്കലാണ് പോലും. നിങ്ങളെക്കുറിച്ചല്ല, ഇന്നത്തെ ആജിമാരുടെ സ്ഥിതിയാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല ശിക്ഷണം, അങ്ങനെയല്ല ഇസ്ലാമിക ശിക്ഷണം. ചെറുപ്പത്തിലേ ഈ മദീനയിൽ ജീവിച്ച നമ്മുടെ നേതാക്കളുടെ മക്കൾ ചെറുപ്പത്തിലെ അവരുടെ തോളിൽ കൈവച്ചിട്ട് റസൂലുള്ളാഹി സംസാരിക്കൽ. 10 വയസ്സുള്ള കുട്ടിയോട്, 12 വയസ്സുള്ള കുട്ടിയോട് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇത് വലിയ വലിയ വാക്കുകളാണെന്ന് തോന്നിപ്പോകും. യാ ഗുലാം, കുട്ടി എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഇഹ്ഫദില്ലാ, നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം. യഹ്ഫദ് എന്നാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നിനക്ക് രക്ഷ വേണ്ട സ്ഥലത്ത് അവന് നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാ, നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം. തജിദുഹു തുജാഹക, നിനക്ക് വേണ്ട സമയത്ത് റബ്ബിനെ നിനക്ക് ലഭിക്കും. ഇദാ സഅൽത, നീ വല്ലതും ചോദിക്കുമ്പോൾ ഫസ്അലില്ലാ, നീ റബ്ബിനോട് ചോദിക്കണം. റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആരോടാ പറയുന്നത്? 10-12 വയസ്സുള്ള കുട്ടിയോട് പറയാണ്. അതിനപ്പുറമുള്ളതാണ് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത. കുട്ടി, ലോകം മുഴുവനും നിനക്കൊരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹിന്റെ തീരുമാനം ആ നന്മ നിനക്ക് വേണ്ട എന്നാണെങ്കിൽ ലോകത്തിന് നിനക്ക് ആ നന്മ ചെയ്യാൻ സാധിക്കുക തന്നെ ഇല്ല. കുട്ടി, ലോകം മുഴുവനും നിനക്കൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹിന്റെ തീരുമാനം ആ തിന്മ നിനക്ക് തട്ടരുത് എന്നതാണെങ്കിൽ ആ തിന്മ നിന്നെ കൊണ്ട് തട്ടിപ്പിക്കാൻ ലോകത്തിന് സാധിക്കുക തന്നെ ഇല്ല കുട്ടി.
പട്ടിക പൂട്ടിവെക്കപ്പെട്ടിട്ടുണ്ട്, പേന ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ചിന്തിക്കണമെന്ന് പറയും പോലെ ഇങ്ങനെയുള്ള വലിയ വലിയ വയറ്റുള്ള പദങ്ങളൊക്കെയാണ് ചെറുപ്പത്തിലേ ഇവിടെ ശിക്ഷണം നൽകുന്ന വേളയിൽ സ്വർഗത്തോപ്പിലൂടെ മദീനയിലൂടെ ഈ നിങ്ങൾ ഇരിക്കുന്നതായ നാട്ടിലൂടെ പണ്ട് നമ്മുടെ നേതാക്കൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവര് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളിലേക്ക് അവര് ഈ മതത്തെ 30 ഏറ്റവും കൂടിയാൽ 50 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ മതത്തെ എത്തിക്കാനുള്ള ചുറ്റുപാട്, ആ മതത്തിന്റെ വിജയപതാക പറപ്പിക്കാനുള്ള അന്തരീക്ഷം റബ്ബ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് നെറ്റ് യുഗത്തിലും ചവറ്റുകൊട്ട യുഗത്തിലും ഡിഷുകളുടെ ലോകത്തും വിനോദാഭാസങ്ങളിൽ ജനങ്ങളും നീന്തിക്കൊണ്ടിരിക്കുന്ന യുഗത്തിലും പെട്ടെന്ന് ഇതൊന്നും പറഞ്ഞാൽ കയറൂല. കാരണം നാം എവിടെയോ ആണ്. നിങ്ങളെക്കുറിച്ചല്ല, ഇന്ന് മുസ്ലിം ലോകം എവിടെയോ ആണ്. പെട്ടെന്നൊരു പ്രഭാതത്തിൽ നാട്ടിൽ വിപ്ലവം, നാട്ടിൽ അനാചാരം, രക്ഷയില്ല, നാട്ടിൽ ഭക്ഷണക്ഷാമം, നാട്ടിൽ പ്രയാസം, ഇതൊക്കെ വരുമ്പോൾ തോന്നുന്നത് നമ്മുടെ നേതൃത്വം ശരിയല്ലാത്തതുകൊണ്ടായിരിക്കുന്നു. അങ്ങനെ വിപ്ലവത്തോട് വിപ്ലവം, പുറപ്പെടലോട് പുറപ്പെടൽ. ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് പണ്ട് മദീനയിൽ ഇറങ്ങിയതായ ഒരു മൂലാധാരമുണ്ട്. ആ മൂലാധാരം മുസ്ലിം ലോകമാസകലം അന്ത്യദിനം വരെ പൊക്കിപ്പിടിക്കേണ്ട അവരുടെ അന്തസ്സും അവരുടെ നിധിയും അവരുടെ അഭിമാനവും അവരുടെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ ആസകലം നടപ്പാക്കേണ്ടതായ ഒരു മഹാകൻസാണ് എന്നത് ആ തത്വത്തിലേക്ക് ആരും എത്തുന്നില്ല. അത് ചർച്ചയിൽ തന്നെ വരുന്നില്ല. നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യ അല്ലാത്ത ഏത് നാടുകൾ പരിശോധിച്ചാൽ ലോകത്ത് നേതൃത്വങ്ങളുടെ ചർച്ചയിലോ എത്രത്തോളം വാർത്ത പറയുമ്പോൾ ബിസ്മി ചെല്ലുന്ന നാട് വരെ കാണൽ കുറവാണ്. എത്രത്തോളം എയർപോർട്ടുകളിൽ ബാങ്ക് വിളിക്കുന്ന നാടുകളെ കാണൽ സൗദി അറേബ്യ അല്ലാത്ത മറ്റു നാടുകൾ കുറവാണ്. എത്രത്തോളം ഇസ്ലാമിന്റെ ചിഹ്നമാകുന്ന 5 വക്ത് നമസ്കാരം നമസ്കരിക്കാനുള്ള മുസല്ല വരെ എയർപോർട്ടുകളിലോ അല്ലെങ്കിൽ സീ പോർട്ടുകളിലോ മറ്റേത് പോർട്ടുകളിലോ പരിശോധിച്ചു നോക്കിയാൽ ഈ സൗദി അറേബ്യ പോലത്തെ നാടുകളല്ലാത്ത മറ്റു നാടുകൾ കുറവാണ്. എന്താണ്? മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമായിട്ട് പോലും ഒരു ലജ്ജ, ഒരു കുറവ്, ഒരു പേടി. എന്താ പ്രശ്നം? നാം നമ്മുടെ കൂടെയുള്ള ഈ അന്തസ്സിന് അഭിമാനത്തെ മനസ്സിലാക്കിയില്ല. താഴെ നിന്ന് പരിശോധിച്ചാൽ മതി. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിയല്ലേ പിന്നെ സമൂഹമാവൽ, സമൂഹമല്ലേ നാടാവൽ, നാടല്ലേ ലോകമാവൽ നാടുകളിലൂടെ. അപ്പോൾ വ്യക്തിയിൽ നിന്നിട്ട് ആരംഭിക്കുക. ഞാൻ, നീ, അവൻ, അവൾ. 5 വക്ത് നമസ്കാരം കൃത്യമായിട്ട് അതാതിൻ്റെ സമയത്ത് പുരുഷന്മാരാണെങ്കിൽ നിർബന്ധം പുലർത്തേണ്ടതുണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ. അത് ചെയ്യാറുണ്ടോ? സ്ത്രീകളാണെങ്കിൽ പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും കൃത്യസമയത്ത് നമസ്കരിക്കണം എന്ന ആ ബോധം അവൾക്ക് വേണം. ഇസ്ലാമിക പർദ, അത് ഇസ്ലാമിക ചിഹ്നമാണ് പെണ്ണുങ്ങളുടേത് എന്നത് അവൾ ഓർക്കണം. അങ്ങനെയുള്ളതായ കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന നിർബന്ധം നമുക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ കാര്യം പറഞ്ഞ റസൂല് പറഞ്ഞതുപോലെ ദീനിനെ ദുനിയാവിന്റെ ചില്ലറ കാശിന് വേണ്ടി വിൽക്കുമെന്ന് പറഞ്ഞല്ലോ എന്ന വാക്കാണ് ഇന്നത്തെ യുഗത്തിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷത്തിൽ നാം കാണുന്നത്. വീടിക്കുറ്റിക്ക് വിൽക്കാൻ തയ്യാറാണ്. പറഞ്ഞു നോക്കൂ, വീഡിയോ വലിക്കുന്ന ആളോട് നിങ്ങൾ പുകവലിക്കരുത്. എത്ര ലക്ഷം റിയാലാണ്, ഡോളറാണ്. നിങ്ങൾ ഒരു 60 കൊല്ലം ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഒരു ദിവസത്തിൽ രണ്ട് പാക്കറ്റ് ഉപയോഗിക്കുമ്പോൾ അതൊരു 20 റിയാലോ അല്ലെങ്കിൽ 100 റുപ്യയോ 50 റുപ്യയോ ആണെങ്കിൽ ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. എത്ര ലക്ഷമാണ് നിങ്ങൾ തീ കൊണ്ട് കരിച്ച് കളയുന്നത്. റബ്ബിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും? ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. വേസ്റ്റാക്കുന്നവരെ റബ്ബ് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ ആ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ എന്താ ഇത്ര കാലം പുകവലിച്ചിട്ട് വല്ല ആരോഗ്യത്തിന് കുറവും വന്നു? എനിക്ക് 60 കൊല്ലമായി. ഒരാൾ എന്നോട് പറയാണ് മദീനയിൽ നിന്നിട്ട്, എനിക്ക് 60 വയസ്സായി, ഈ 60 വയസ്സ് ഞാനിപ്പോൾ പുകവലിച്ചു, എനിക്കൊന്നും തട്ടിയിട്ടില്ല. ഏതുവരെ തട്ടാൻ കാക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഇത് ചെറിയൊരു ഉദാഹരണമാണ്. നമ്മുടെ ജീവിതത്തിൽ ദീനിൻ്റെ ചെറുതും വലുതുമായ എല്ലാം ഒരേ വൈറ്റ് നൽകി മനസ്സിലാക്കണം. ഇനി ഹജ്ജ് ചെയ്ത് അല്ലെങ്കിൽ ഉംറ ചെയ്ത് മക്കത്ത് വന്ന് മദീനയിൽ വന്ന് പുണ്യഭൂമി കണ്ട് കഅബ കറങ്ങി പോയതിൻ്റെ ശേഷം നിങ്ങൾ സാധാരണ ജനങ്ങൾ ചിന്തിക്കും പോലെയല്ല ചിന്തിക്കേണ്ടത്. പിന്നെയോ സുന്നത്ത് ഫർള് എന്ന രൂപത്തിൽ അത് സുന്നത്തല്ലേ എന്ന് വെക്കരുത്. പോരാ, എപ്പോഴേലും നിസ്കരിക്കുക. ഈ 60 വയസ്സായിട്ടും 50 വയസ്സായിട്ടും 40 വയസ്സായിട്ടും സുന്നത്ത് നമസ്കരിച്ചില്ലെങ്കിൽ റസൂല് സ്ഥിരമായി നമസ്കരിച്ച റവാത്തിബ്, പേര് തന്നെ റവാത്തിബാണ്, കൃത്യമായി നമസ്കരിച്ച റവാത്തിബ് നാം എന്ന് ഫിറ്റാക്കും? റസൂല് സ്ഥിരമായി റസൂലും സഹാബാക്കളും ഫിറ്റാക്കിയ താടി നാം എന്ന് ഫിറ്റാക്കും? റസൂലിൻ്റെ ഭാര്യമാരെല്ലാം ആ ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയിടം മുതൽ സുബ്ഹാനല്ലാഹ്, ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഈ ഉംറക്കും ഹജ്ജിനും വേണ്ടി വരുന്നവരുടെ ക്ലാസ്സിൽ ഞാൻ ഉണർത്താൻ മറക്കാറില്ല. അത് എന്തുകൊണ്ട്? പർദ്ദയുടെ കാര്യത്തിൽ നാം ബാക്കിലാണ്.
നാം സീറോയിലാണെന്ന് ഞാൻ പറയുന്നില്ല, ബേക്കിലാണെന്നേ പറയുന്നുള്ളൂ. കേരളീയരിൽ പ്രകടമായി കണ്ടുകൊണ്ടേയിരിക്കുന്ന സ്വഭാവമാണ് മിശ്രമായ ജീവിതം. അന്യപുരുഷന്മാർ അന്യ സ്ത്രീ എന്ന ഒരു വ്യത്യാസം ഇല്ല, പലരിലുമില്ല. ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വരെ വന്നാൽ ഒരു റൂമിൽ അന്യ പെണ്ണും അന്യ സ്ത്രീയും. ചിലപ്പോൾ ആ പെണ്ണിന് 15, 28, 25, 30 വയസ്സായിരിക്കും, പുരുഷന് 50, 40 വയസ്സായിരിക്കും. യാതൊരു ബന്ധവുമില്ല, ഒന്നിച്ച് ജീവിക്കും. എന്ത് ഭക്തിയാണോ ഈ ഭക്തിയോടുകൂടി അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി വന്ന യാത്രയിൽ പോലും ഒരു ശ്രദ്ധയില്ല. നോക്കൂ നിങ്ങളൊരു പെണ്ണിന്റെ കഥ, ഒരു കറുത്ത പെണ്ണിന്റെ കഥ. മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹദ്റത്തിലേക്ക് ഒരു കറുത്ത പെണ്ണ് വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് അപസ്മാര രോഗമാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ രോഗം മാറുമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ടെന്നും പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, റസൂലേ, എന്നാ പ്രാർത്ഥിക്കണ്ട, എനിക്ക് സ്വർഗ്ഗമാണ് വേണ്ടത്. നോക്കൂ, കാരണം അവർക്ക് സ്വർഗത്തിൻ്റെ വില അറിയാം. നമുക്കെന്താ റകഅതാ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഫജ്റിന്റെ 2 റക്അത്ത് നമസ്കാരം അത് ദുനിയാവിനേക്കാൾ, അതിലുള്ള സാർവ്വതിനേക്കാളും നന്മയുള്ളതാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ട് എന്താ അത് നമുക്ക് കേറാത്തത്? എന്താ ആ നമസ്കാരം നമുക്ക് നമസ്കരിക്കാൻ ഇൻട്രസ്റ്റും ആവേശം ഇല്ലാത്തത്? അറിയാത്തത് കൊണ്ടല്ല, പിന്നെയോ വിശ്വാസമില്ല. വേണ്ടതുപോലെ അങ്ങോട്ട് സ്വർഗത്തിന് പ്രത്യേകത കയറിയിട്ടില്ല. അവർക്ക് അങ്ങനെയല്ല. ആർക്കെങ്കിലും അസ്ർ നമസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ ഇഷ്ടപ്പെട്ട അവന്റെ ജീവിതത്തിൽ പ്രയാസപ്പെട്ടുണ്ടാക്കിയ സകലം നശിച്ചതിനും അവന്റെ ഇഷ്ടപ്പെട്ട പെണ്ണും അവന്റെ ഭാര്യയും മക്കളും എല്ലാം നശിച്ചു പോയതിനും തുല്യമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കേട്ടത്. നമുക്കൊരു പ്രശ്നമില്ല. എത്ര അടി ടൈം പറഞ്ഞു? 5 മണി കഴിഞ്ഞ് 6 മണിയാവുമ്പോഴാണ് ബാങ്ക് കൊടുക്കാനായി ഉപരിസ്കരിച്ചിട്ടില്ലേ? അപ്പോൾ ചാടി ഓടി ഒന്നൊക്കെ പിടിച്ച് വന്നിട്ട് മുനാഫിഖിന്റെ നമസ്കാരം, റസൂൽ പറയാണ്, മുനാഫിഖിന്റെ നമസ്കാരം, കപട വിശ്വാസികളുടെ നമസ്കാരം, 4 റക്അത്ത് ഒരു ചാട്ടം. ആ ചാട്ടം ചാടിയാൽ കപട വിശ്വാസികളുടെ നമസ്കാരമായി മാറും. എന്താണോ പിന്നെ പിന്തിപ്പിച്ചത്? എന്താ നിനക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ഉണർന്നൂടെ? നിനക്ക് അലറാമില്ലേ? നിനക്ക് ഉംറക്കും ഹജ്ജിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി റബ്ബ് തന്നതായ കാശല്ലേ? നിനക്ക് റബ്ബ് എന്തിന് കാശ് തന്നു? നീ അത് റബ്ബിന് അനുസരിക്കാനുള്ള താഅത്തിന് വേണ്ടി, നമസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാണ്. നാം ചിന്തിക്കണം. നാം ഇവിടെ പുണ്യഭൂമിയിൽ കറങ്ങിപ്പോകലല്ല മുഖ്യം. നമ്മുടെ ഭാവി ജീവിതം ഇനി മദീനീകരിക്കണം, മക്കീകരിക്കണം, സ്വർഗത്തോപ്പീകരിക്കണം, ഇസ്ലാമീകരിക്കണം, ഖുർആനീകരിക്കണം. അതാണ് മുഖ്യം. ആ പെണ്ണ് റസൂലുള്ളാഹിനോട് പറയുന്നു, കേട്ടോളീൻ, ഇതുവരെ കേട്ടതല്ല ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ, അതിനപ്പുറമുള്ളതാണ്. എന്താണ്? ആ സഹോദരി, ക്ഷീണം വന്നോ? നിർത്തണോ? നിങ്ങളെക്കാളും തിരക്കും ധൃതിയുള്ള ആളാണ് ഞാൻ. കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് നാളെ. ഞങ്ങൾ ഉറങ്ങേണ്ട ടൈമായി. നമസ്കാരം വളരെ പെട്ടെന്നാണ്, മുമ്പത്തെ മാതിരിയല്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് 10 മണിക്ക് ക്ലാസ് തുടങ്ങാമെന്നാണ്. നിങ്ങൾ എത്തിയില്ല. ഞാനിങ്ങനെ പലപ്പോഴും സഹോദരന്മാരോട് ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, എത്തിയോ എന്ന്. അവസാനം 10 മണി കഴിയുന്നവരെ എത്തിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് എത്താതിരിക്കട്ടെ, ഉള്ളവർക്ക് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ച് ഓടി വന്നതാ. തിരക്ക്, ക്ഷീണം മാറ്റി അല്പസമയം ഇരിക്കുക, ഞാൻ നിർത്തിപ്പോവാണ്. സഹോദരന്മാരെ, ആ പെണ്ണ് പറയുന്നു, റസൂലേ, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. അള്ളാഹിനോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹ് കൽപ്പിച്ച പർദ്ദയുണ്ടല്ലോ, ആ പർദ്ദ എൻ്റെ ഔറത്ത് മറക്കാനാണ്, അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്ത സ്ഥലം മറക്കാനാണ്. ആ സ്ഥലം എനിക്ക് ഈ രോഗമുണ്ടാകുമ്പോൾ, അപസ്മാര രോഗമുണ്ടാകുമ്പോൾ, ഞാൻ നിലം പതിക്കുമ്പോൾ കാണാൻ പറ്റാത്ത സ്ഥലം കശ്ഫുണ്ടായി പോകാതിരിക്കാൻ വേണ്ടി, അത് പ്രകടമായി പോകാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൂതരേ, കറുത്തിരുണ്ട പെണ്ണാണത്, വെളുത്ത് പ്രകാശിക്കുന്ന ഈമാനുള്ള ഹൃദയത്തിൻ്റെ പെണ്ണാണത്, കറുത്ത പെണ്ണാണ്. കണ്ട മനുഷ്യൻ നോക്കുന്ന സൈസിലുള്ളതല്ല, നീഗ്രോ ആണ്. പക്ഷെ സഹാബി സ്ത്രീ, സഹാബാക്കളുടെ പ്രത്യേകത അതാണ്. അതെ, അവർക്ക് സ്വർഗത്തിൻ്റെ വില അറിയാം. സുബ്ഹാനല്ലാഹ്. ഈ നിങ്ങൾ കാണുന്ന ഈ ഉഹദ് പർവ്വതത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു അൻസാരി പെണ്ണ്, ഇതുപോലത്തെ നിങ്ങൾ ഈ കേട്ടത് അൻസാരി പെണ്ണാണ്. ഒരു അൻസാരി പെണ്ണ് അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടു. ഇന്നാലില്ല പറഞ്ഞു, മൗനം ദീക്ഷിച്ചു. പെട്ടില്ല. നിങ്ങളുടെ വാപ്പയും ഷഹീദായി എന്ന് കേട്ടു. ഉഹദ് പർവ്വതത്തിന്റെ പരിസരത്ത് നടന്ന യുദ്ധത്തിൽ
നിങ്ങളുടെ മകനും ഷഹീദായി, 3 പേരും ഒരേ പോർക്കളത്തിൽ ഷഹീദായി എന്ന വാർത്ത കേട്ടപ്പോൾ അവർ ചോദിച്ച ചോദ്യമായിട്ട് ഇബ്നു ഹിശാമും ഇബ്നു ഇസ്ഹാഖും അവരുടെ സീറയിൽ ചോദിക്കുന്നു, ഈ 3 പേര് വീട്ടിൽ നിന്നിട്ട് പോയ 3 പേര് ഒരേ പോരാട്ടത്തിൽ ഷഹീദായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേതാവിന് വല്ലതും തട്ടിയോ? ചിന്ത നോക്കി. അതിൽ കരച്ചിലൊന്നുമില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ട് അവർ പോയത് സ്വർഗത്തിലേക്കാണ്. അവർ പോയത് സ്വർഗത്തിലേക്കാണ്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഞാൻ അവരിൽ നിന്നിട്ട് വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അവരുടെ ശരീരം, അവരുടെ സമ്പത്ത് എൻ്റെതാണ്. സ്വർഗം ഞാൻ അവർക്ക് പകരം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിൽ അവർക്ക് നല്ല വിശ്വാസമുള്ളത് കൊണ്ട് അവർക്ക് യക്കിശക്കില്ല, അവർക്ക് പ്രയാസമില്ല, അവർ അട്ടഹാസിച്ചില്ല, അവർ കരഞ്ഞില്ല. ചോദ്യം അള്ളാഹുവിൻ്റെ ദൂതർക്ക് എന്ത് പറ്റി എന്നതാണ്. പറയപ്പെട്ടു, ദൂതർക്കൊന്നും സംഭവിച്ചിട്ടില്ല. പറഞ്ഞാളോട് ചോദിച്ചു, ദൂതരെ കണ്ടാലേ തീരൂ, ഞാനൊന്ന് സമാധാനിക്കട്ടെ, എൻ്റെ കൺകുളിരട്ടെ. കാണിച്ചു കൊടുത്തതാ അക്കൂട്ടത്തിൽ വരുന്നത് ദൂതരെന്ന്. റസൂലിനെ നോക്കിയും കൊണ്ട് ആ മഹദി പറയുകയാണ്, മായാതെ മങ്ങാതെ സ്വർണ്ണ ലിപി കൊണ്ട് എഴുതപ്പെടേണ്ടതായ പദം മഹദി പറയുകയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. ഏത് അപകടം, ഏത് മുസീബത്ത് നിങ്ങൾ നഷ്ടപ്പെടുക എന്നതിൻ്റെ മുമ്പിൽ ചേർത്ത് നോക്കിയിട്ട് ഒരു മുസീബത്തെ അല്ല, നിങ്ങളാണ് മുഖ്യം. എന്തുകൊണ്ട്? നിങ്ങൾ ജീവിക്കൽ ലോകത്തിന് വിജയമാണ്, നിങ്ങൾ നഷ്ടപ്പെടൽ ലോകത്ത് നഷ്ടമാണ്. അനസ് പറയുന്നു, റസൂലുള്ളാഹിക്ക് 10 വർഷം ഖിദ്മത്തെടുത്ത റസൂലുള്ളാഹിന്റെ ആ ഷറഫാക്കപ്പെട്ട ആ മാർദ്ദവമുള്ള കൈത്തൊട്ട് പരിചയമുള്ള ആ അനസ് പറയുന്നു, പട്ടിനേക്കാളും മാർദ്ദവമുള്ള അങ്ങനെയുള്ള ഒരു ശരീരത്തെ അല്ലെങ്കിൽ കൈയിനെ എൻ്റെ കൈ കൊണ്ട് ഞാൻ തൊട്ടിട്ടേ ഇല്ല, അത്രയും നല്ല സാധനത്തെ എന്ന് റസൂലുള്ളാഹിന്റെ മുസാഫഹത്തിനെ കുറിച്ച് അവർ പറയുന്നു. ആ 10 കൊല്ലം ഖിദ്മത്തെടുത്ത റസൂല് ഞങ്ങൾക്ക് മദീനക്കാർക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായത് റസൂല് മദീനയിലേക്ക് ഖുബയിൽ കൂടി കടന്നു വന്ന ദിവസമായിരുന്നു, ഹിജ്റ വന്ന ദിവസമായിരുന്നു. അതുപോലത്തൊരു സന്തോഷ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അതോടുകൂടിയാണ് മദീന ചേഞ്ചാകുന്നത്. കണ്ടവരെ വെട്ടുക, കൊല്ലുക, അങ്ങുമിങ്ങും ദശവർഷങ്ങൾ പോരാടുക. എന്തിനു പോരാടി എന്ന് അവർക്ക് തന്നെ മറന്നുപോയിരുന്നു, പോരാടാൻ തുടങ്ങിയത് എന്തിനാണെന്ന്. അങ്ങനെയുള്ളതായ ആ കലാപങ്ങളും വിപ്ലവങ്ങളും അനാചാരങ്ങളും നടന്ന അന്ധകാരമാകുന്ന കാർമേഘങ്ങൾ മൂടപ്പെട്ട നാട്ടിലേക്ക് അല്ലാഹുവിൻ്റെ ദൂതർ ഞാൻ നേരത്തെ പറഞ്ഞ 432 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നതോടൊപ്പം പേര് തന്നെ മാറി. യസ്രിബ് എന്ന പേര് പോയി, അൽ മദീന ചേഞ്ച് അവിടുന്ന് ആരംഭിച്ചു. പേര് മാറി, അന്തരീക്ഷം മാറി, ചുറ്റുപാട് മാറി. പിന്നെയോ നല്ല സംരക്ഷണം. 1-ാമത്തെ സംരക്ഷണം ആത്മീയ സംരക്ഷണം, 2-ാമത്തെ സംരക്ഷണം സാമ്പത്തിക സംരക്ഷണം, 3-ാമത്തെ സംരക്ഷണം ആരോഗ്യ സംരക്ഷണം. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നതോടുകൂടി ഉണ്ടായതായ ചേഞ്ചുകളായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ മദീനയിൽ വന്ന ഉടൻ കെട്ടിയത് ആദ്യം മസ്ജിദ് ഖുബ, 2-ാമത് മസ്ജിദുൻ നബവി. ഈ മസ്ജിദുൻ നബവി മസ്ജിദുൻ നബവി കെട്ടിയതായ ആദ്യ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലഘട്ടത്തിൽ സ്വർഗത്തോപ്പെന്ന് പ്രഖ്യാപിച്ച ഭാഗം. ആദ്യം റസൂൽ കെട്ടിയ ഭാഗമാണ് പിൻകാലഘട്ടത്തിൽ സ്വർഗത്തോപ്പെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഭാഗം. പറയും പോലെ നമ്മുടെ നേതാക്കളുടെ വിശദീകരണത്തിൻ്റെ സഹായത്തോടു കൂടി പരലോകത്തിലെ സ്വർഗത്തിൻ്റെ ഒരു ഭാഗമായി വരുമെന്നതിന് പുറമെ ആദ്യമായിട്ട് വിജ്ഞാനം പകരാൻ വേണ്ടി റബ്ബ് സെലക്ട് ചെയ്ത മദീനത്ത് ആ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിജ്ഞാനത്തിലൂടെയാണ് ഈ മതത്തിൻ്റെ നിലനിൽപ്പ്. ഇൽമ് വേണം, വിജ്ഞാനം വേണം. ഉംറ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ഉംറ ചെയ്തത്. ഇല്ലെങ്കിലോ ബാത്തിലാക്കി പോയവരെ പോലെയാവൂല നിങ്ങളുടെ ഉംറ. ജിദ്ദയിൽ വരെ താമസിക്കുന്ന ഒരു സഹോദരൻ ഭാര്യയോടുകൂടി മക്കയിലേക്ക് പോയി. സംയോഗം ചെയ്തിട്ട് വിളിക്കുന്നു, മൗലവി ഞങ്ങൾ ഉംറക്ക് തവാഫിന് പോകുന്നതിന് മുമ്പ് സംയോഗം ചെയ്തു, വല്ലതും വേണ്ടി വരുമോ എന്ന് ചോദിക്കുക. അത്ര വരെ അശ്രദ്ധ. നോക്കൂ, കാൽക്കുലേറ്റർ അടിക്കുക, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിമോട്ട് കൊണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഫിലിം കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെയൊക്കെ സ്ഥിതിയാണ്. എന്നിട്ട് അള്ളാഹ് നിർബന്ധിപ്പിച്ച നിർബന്ധ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് എങ്ങനെ സഹിയാകും, അത് എങ്ങനെ സഹിയാവുകയില്ല, അത് ചിന്തിക്കൂല. എന്നിട്ട് പിന്നെ മൗലവിക്ക് ഫോണും, സഹിയാകുമോ ഇല്ലേ, എങ്ങനെയാടാ സഹിയാവാ? നീ ഉംറക്ക് ഇഹ്റാം കെട്ടിയാൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ചെയ്തു പോയാൽ ആടർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ ചെയ്യാൻ പാടില്ലാത്ത ചിലതുണ്ട്, ചെയ്തു പോയാൽ ഒട്ടകമർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ പഠിക്കണം. ഉദാഹരണത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ പുണ്യഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് നാം നമ്മുടെ മൂലാധാരമായി പഠിച്ചു വരുന്ന സൂറത്തുൽ ബഖറ, ആല ഇമ്രാൻ, സൂറത്തുൽ നിസ, ഖുർആൻ പറിച്ചു നോക്കുക. ഖുർആൻ്റെ അവസാന ഭാഗത്ത് നീണ്ട പട്ടികകളിൽ കൂടുതൽ മക്കിയ 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 എന്ന് കാണാം. ഏറ്റവും കൂടുതൽ സൂറത്ത് ഇവിടെ ഇറങ്ങിയതാണ്, മക്കത്തിറങ്ങിയതാണ്. മദീന ഇറങ്ങിയ സൂറത്തുകൾ എണ്ണം കുറവാണ്, പക്ഷെ വണ്ണം കട്ടികൂടിയതാണ്. എന്തുകൊണ്ട്? വിധി വിലക്കുകൾ, നിയമാവലികൾ, യുദ്ധങ്ങൾ, നമസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്തുകൾ, ഹജ്ജ് എന്നീ കാര്യങ്ങളൊക്കെ നീണ്ട പട്ടിക റബ്ബ് എ തൊട്ട് സെറ്റ് വരെ ഒരു മുസ്ലിം സമൂഹത്തിന്, മനുഷ്യരാശിക്ക് ഖിയാമത്ത് നാൾ വരെ സൂര്യൻ നേരെ മറിച്ച് ഉദിക്കുന്ന സന്ദർഭം വരെ ആവശ്യമുള്ളത് ഇവിടെ ഇറക്കി തന്നു. അത് പഠിപ്പിച്ചു, എന്നിട്ടാ പോയത്. ഇന്നലെ രാത്രി ഇതേ സദസ്സിൽ വെച്ചിട്ട് ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ നിങ്ങൾ എന്നിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു ഫതീലയുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു തൈയുണ്ടെങ്കിൽ അത് നട്ടിട്ടല്ലാതെ മരിക്കരുത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് അവസാനം ഒരു മനുഷ്യൻ ഖിയാമത്ത് നാളിൻ്റെ അടുക്കലേക്ക് എത്തി. ഖിയാമത്ത് നാൾ എടുക്കാൻ പോയി. അപ്പോൾ അവൻ്റെ കൂടെ ഒരു ഫതീലയുണ്ട്, മരിക്കാൻ പോവാണേ. ആ ഫതീല തൈ അത് നട്ടിട്ട് പോകണം. എന്തും പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. അങ്ങനെയുള്ള നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ പ്രഭാതത്തിൽ ഈ നാട്ടിനോട് വിടവാങ്ങുന്നതിന് മുമ്പ് ഒരു സ്വീകാര്യോഗ്യമായ തോബ അങ്ങോട്ട് ചെയ്യുക, പശ്ചാത്തപിക്കുക, ഖേദിച്ചു മടങ്ങുക, കണ്ണുനീര് ധാരധാരിയാക്കി ഒൽപ്പിക്കുക, പണ്ട് ചെയ്ത തെറ്റുകളൊക്കെ അങ്ങോട്ട് ഓർക്കുക, എന്നിട്ട് റബ്ബിനോട് കുറ്റം സമ്മതിക്കുക, എന്നിട്ട് ആത്മാർത്ഥമായി സത്യപ്രതിജ്ഞ ചെയ്യുക. റബ്ബേ, ഇനി ആ പട്ടികയിലേക്ക്, ആ കറുത്ത ജീവിതത്തിലേക്ക്, ആ അന്തരീക്ഷത്തിലേക്ക് ഇനി മടങ്ങലില്ല. നിന്റെ ഇഷ്ടത്തിന് എൻ്റെ കണ്ണാക്കി മാറ്റും, കാതാക്കി മാറ്റും, ഹൃദയമാക്കി മാറ്റും, വ്യക്തി ജീവിതമാക്കി മാറ്റും, കുട്ടികളെയാക്കി മാറ്റും, സന്താനങ്ങളെയാക്കി മാറ്റും. എൻ്റെ പരിസരമെല്ലാം ഇനി മക്കീകരിക്കും, മദീനീകരിക്കും, സ്വർഗത്തോപ്പീകരിക്കും. നീ എനിക്ക് തന്ന ഭാഗ്യമല്ലേ മദീന കാണാൻ, മക്ക കാണാൻ, കഅബത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ആ സ്വർണ്ണത്തിന്റെ കസവുമാല ധരിച്ച് തലപൊക്കി നിൽക്കുന്ന കഅബയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ചെല്ലിയില്ലേ, പറഞ്ഞില്ലേ, അതിന് ചാൻസ് നൽകിയില്ലേ? ഇനി മേലിൽ സ്വർഗത്തോപ്പിൽ മദീനത്തെ പള്ളിയിൽ 1000-ൽ പരം കൂലി കിട്ടുന്ന, 1,00,000-ൽ പരം സഹാബാക്കൾ നമസ്കരിച്ച ആ മഹാ ജിബ്രീൽ ഇറങ്ങിക്കൊണ്ടേ ഇരുന്ന അന്തരീക്ഷത്തിൽ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ക്യൂ നിന്ന ഞാൻ ഇനി പലിശ ബാങ്കിൽ ക്യൂ നിൽക്കൂല റബ്ബേ, ഇനി അശ്ലീലം കാണാൻ ഞാൻ നിൽക്കൂല റബ്ബേ, ആ കഅബം കണ്ട കണ്ണുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടാത്ത കാഴ്ച ഞാൻ കാണൂല റബ്ബേ. എല്ലാരെ കൊണ്ടത് സാധിക്കൂല പറയാൻ. അതിന് വേണം ഭാഗ്യം, അതിന് മഹാഭാഗ്യം വേണം, സാധാരണ ഭാഗ്യമല്ല. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതെ, അങ്ങനെയുള്ള ഒരുക്കമാണ് ഒരുങ്ങി പോകുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട്. എന്ത്? അള്ളാഹുലേക്ക് മടങ്ങിയവരെ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, അതിലുള്ള പുരുഷന്മാരെ, അതിലുള്ള സ്ത്രീകളെ, നിങ്ങളെല്ലാവരും അള്ളാഹിലേക്ക് പാശ്ചാത്തപിച്ചോളീൻ, മടങ്ങി വന്നോളീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ ഞാൻ മദീനയിലേക്ക് വന്നത്, ഞാൻ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി വന്നത് വിജയം വേണ്ടാത്തത് കൊണ്ടാണോ? റബ്ബേ, വേണം വിജയം, അതുകൊണ്ട് എനിക്ക് വിജയം നൽകണം എന്ന തേട്ടമാണ് നിങ്ങൾ എന്നിട്ട് ഇനി ഉടലെടുക്കേണ്ടത്. ആ തേട്ടത്തോട് കൂടി റബ്ബ് പറഞ്ഞല്ലോ, നിങ്ങൾ ചെല്ലിയല്ലോ. എപ്പോൾ? റുക്കുനുൽ യമാന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ വെച്ചിട്ടൊരു പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥന? അത് പറഞ്ഞാൽ നിർത്താണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നോക്കൂ, റബ്ബ് നിങ്ങൾക്ക് വേണ്ടി, ഹാജിമാർക്ക് വേണ്ടി ഖുർആനിലൂടെ സെലക്ട് ചെയ്ത ഏക പ്രാർത്ഥനയാണത്. ഹജ്ജ്, ഉംറ ഈ അമലുകളിലൂടെ റസൂലുള്ളാഹി ചെല്ലാൻ വേണ്ടി ചൊല്ലി കാണിച്ചു തന്നതും അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതുമായ ഏക പ്രാർത്ഥനയാണത്. വേറെ ധാരാളം പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും അല്ലാഹ് ഖുർആനിൽ ഹജ്ജ് പറഞ്ഞപ്പോൾ, ഉംറയും ഹജ്ജും പൂർത്തിയാക്കി ചെയ്യണമെന്ന ആ വിധി വിലക്കുകൾ സംസാരിച്ചപ്പോൾ ഈ പ്രാർത്ഥനയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഒരു ഇസ്തിഗ്ഫാറാണ്. അത് ഹജ്ജിന് വേണ്ടി വരുന്നവർക്ക് മാത്രമുള്ളതാണ്. എവിടുന്ന്? മിനയിൽ നിന്നിട്ട്, മുസ്ദലിഫയിൽ നിന്നിട്ട് മിനയിലേക്ക് പോകുമ്പോൾ വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കൽ ചോദിക്കണമെന്ന വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായി റബ്ബനാ ആതിന? നിങ്ങൾ ആലോചിച്ച് നോക്കുക. റബ്ബനാ ആതിന വളരെ ഷോർട്ടാക്കി ഞാൻ പറഞ്ഞു നിർത്താണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ എവിടുന്നാണ് ഈ പ്രാർത്ഥിക്കാൻ പറയുന്നത്?
അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, അള്ളാഹ് സൃഷ്ടിച്ച ഭൂമിയിൽ റസൂൽ തന്നെ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ബുഖാരിയിൽ കാണാം കരഞ്ഞു പറയുന്നു, അല്ലയോ അൻതി അഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയാണ് മക്കേ നീ. എൻ്റെ സമൂഹം ഈ നാട്ടിൽ നിന്നിട്ട് എന്നെ നാട് കടത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ ജന്മഭൂമിയും അള്ളാഹിന്റെ കഅബ സ്ഥിതി ചെയ്യുന്നതുമായ ഈ നാട്ടിനെ വിട്ട് ഞാൻ പോവുകയില്ലായിരുന്നേനെ എന്ന് പറയും പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ ഖേദ ദുഃഖബോധത്തോടു കൂടി റസൂൽ പറയുമ്പോൾ അള്ളാഹിന്റെ വാഗ്ദാനം ഉണ്ടായിട്ടുണ്ട്, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ഖുർആൻ ഇറക്കിയ റബ്ബ് നിങ്ങളെ ഈ നാട്ടിലേക്ക് വീണ്ടും മടക്കുക തന്നെ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മക്കയിൽ, ആ കഅബയിൽ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ മുമ്പിൽ കഅബയിൽ നിന്നുകൊണ്ട്, കഅബയുടെ പരിസരത്ത് നിന്നുകൊണ്ട്, റബ്ബനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവേ ആതിനാ നൽകണം, ഫിദ്ദുന്യാ ഈ ഭൂമിയിൽ ഹസനത്തൻ നന്മയെ നൽകണം. നന്മയുള്ളതായ കുട്ടികൾ, നന്മയുള്ള വീട്, നന്മയുള്ള ഭാര്യ, നന്മയുള്ള സമ്പത്ത്, നന്മയുള്ള വിജ്ഞാനം, നന്മയുള്ള അമലുകൾ, നന്മയുള്ള അന്തരീക്ഷം, നന്മയുള്ള ചുറ്റുപാട്, നന്മയുള്ള കുട്ടികൾ, നന്മയുള്ള സന്താനങ്ങൾ, നന്മയുള്ള പരിസരങ്ങൾ, നന്മയുള്ള പാർട്ട്ണർമാർ, എന്തെല്ലാം നന്മയുടെ അകത്ത് ഉൾക്കൊള്ളുന്നു അതെല്ലാം അതിലുണ്ട്. ജാമിഉം മാനിഉമായ പ്രാർത്ഥന, എല്ലാ നന്മകൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന, പിന്നെയോ ഒഫിൽ ആഖിറത്തി ഹസന, പരലോകത്തിലും ഞങ്ങൾക്ക് നന്മ തന്നെ വേണമെങ്കിൽ നന്മ എന്ന പദം നമുക്ക് ഇസ്സത്തുള്ള അഭിമാനമുള്ള ജീവിതമെന്നും അർത്ഥം വെക്കാം. നമുക്ക് ഇസ്സത്ത് അഭിമാനം വേണ്ടേ? വേണം. ഇസ്സത്ത് അഭിമാനത്തോടു കൂടി ജീവിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങണം. ഒഫിൽ ആഖിറത്തി ഹസന, പരലോകത്തിലും ഞങ്ങൾക്ക് ഹസനത്തായ ജീവിതം, മെച്ചപ്പെട്ട ജീവിതം, ഉറുല്യങ്ങളോട് കൂടിയുള്ള ജീവിതം, നല്ല നല്ല ആ പൂന്തോപ്പുകളിലൂടെയും രമ്യഹർമ്മ്യങ്ങളിലൂടെയും ആ കൊട്ടാരങ്ങളിലൂടെയും സ്വർഗീയ ജീവിതം, അള്ളാഹിനെ കണ്ടുള്ള ജീവിതം, അതിനുശേഷം റസൂലുള്ളാഹിനെ കണ്ടുള്ള ജീവിതം, നബിമാരോട് കൂടിയുള്ള ജീവിതം. അള്ളാഹു ആയിനത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹിന്റെ ശൈലി കേട്ടോളി ഖുർആനിൽ, വഹസുന ഉലൈക റഫീഖാ, സത്യവിശ്വാസികളായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു റസൂലിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, ഫൗലൈക, ആ വിഭാഗം, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരോട് കൂടിയാണ്. ആരാണവർ? മിനൻ നബിയ്യീന, നബിമാർ, വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങൾ, വസ്സാലിഹീന, സാലിഹീങ്ങൾ. പിന്നെ റബ്ബ് പറയുന്നു, വഹസുന ഉലൈക റഫീഖ, എന്തോ ഒരു നല്ല കൂട്ടുകാരാണിവർ, അവരോട് കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആഖിറത്തി ഹസന, പിന്നെ റബ്ബ് പറയുന്നു, പ്രാർത്ഥിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചതാണ്, വഖിനാ അദാബന്നാർ, ഞങ്ങൾക്ക് നരകത്തിൽ കിടക്കാൻ പറ്റൂല റബ്ബേ, ദുനിയവിയായ തീ തട്ടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, പിന്നെ എങ്ങനെയാ ഇതിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള നരകത്തിൽ കിടക്കാൻ സാധിക്കുക? അതുകൊണ്ട് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. എന്തോ ഇത് മാത്രം പ്രാർത്ഥിച്ച്, ഇത് മാത്രം അല്ലാഹ് സ്വീകരിച്ചാൽ നാം രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള മഹാപ്രാർത്ഥന റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷേ ഈ പ്രാർത്ഥന പറഞ്ഞ വേളയിൽ ഹജ്ജിൻ്റെ ആയത്തിൽ ഹജ്ജിൻ്റെ ആയത്തിൽ ഈ പ്രാർത്ഥന പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹ് എന്താ പറഞ്ഞതെന്നറിയാമോ? ശ്രദ്ധിക്കുക. ഉലൈക, മക്കയിൽ വന്നു കഅബയുടെ പരിസരത്തിൽ നിന്ന്, അതുപോലെ മിനയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ അള്ളാഹിന്റെ ചിഹ്നങ്ങളിൽ വെച്ചിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പോയവരിൽ നിന്നിട്ട്, ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ, ആ പറഞ്ഞ വാക്കനുസരിച്ചിട്ട് ആരാണ് ഭാവി ജീവിതം പുണ്യഭൂമിയോട് വിട വാങ്ങിയ ശേഷം വീട്ടിലേക്ക് പോയി ജോലി സ്ഥലത്തേക്ക് പോയിട്ട് അന്തസ്സുള്ള അഭിമാനമുള്ള ഹസനത്തിൻ്റെ ജീവിതം ജീവിക്കാൻ ആരാണ് പാടുപെട്ടത്? പരലോകത്തിൽ സ്വർഗം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചവൻ സ്വർഗത്തിന് വേണ്ടി നാട്ടിൽ പോയി ആര് ജീവിക്കുന്നു? ഇഹത്തിൽ നല്ല ജീവിതം ജീവിക്കണമെന്ന് പൂതി വെച്ച് പ്രാർത്ഥിച്ചതായ ആ മനുഷ്യൻ നാട്ടിലേക്ക് പോയ ശേഷം അതേ നല്ല ജീവിതം ജീവിക്കാൻ വേണ്ടി ആര് പാടുപെടുന്നു? അങ്ങനെയുള്ളവർക്ക് തക്കതായ പ്രതിഫലം ഞാൻ നൽകും. പ്രവർത്തിച്ചവർക്ക് പ്രതിഫലം, പ്രവർത്തിക്കാത്തവർക്ക് മറുപടിയില്ല. ഉലൈക ലഹും നസീബും മിമ്മാ ദഅു എന്നല്ല പറഞ്ഞത്, പ്രാർത്ഥിച്ചവർക്ക് ഞാൻ മറുപടി നൽകുന്നല്ല പറഞ്ഞത്. പിന്നെയോ ആ പ്രാർത്ഥിച്ചവരിൽ നിന്ന്
സഈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തവാഫ് ചെയ്യുമ്പോൾ റബ്ബന ആതിന പറഞ്ഞവരിൽ നിന്നിട്ട് ആരാണ് ആ വാക്ക് നാട്ടിൽ പോയി കസബു പ്രവർത്തിച്ചവർ, അവർക്ക് ഞാൻ തക്കതായ പ്രതിഫലം നൽകുമെന്നാണ്. ഇനി നിങ്ങൾ തീരുമാനിച്ചോളീൻ, ഇത് എങ്ങനെയാണ് കാട്ടേണ്ടത്, ഇത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത്. ഞാൻ പറഞ്ഞതും നിങ്ങളുടെ ഉപദേഷ്ടാക്കൾ പറയാറുള്ളതുമായ ഉപദേശങ്ങളെ വലൈസത്ത് ഹാദിഹി ദുനിയാ ബിശൈഇൻ, ഈ ജീവിതം ഒന്നുമല്ല. തസൂഉക താറത്തൻ വതസുറു വഖ്ത, ഇന്ന് സന്തോഷിക്കും നാളെ ദുഃഖിക്കും. ഈ ദുനിയാവ് നമുക്ക് മാനദണ്ഡമാക്കാനോ ജീവിക്കാനോ പറ്റിയതേ അല്ല. സമ്പാദ്യം ഉണ്ടാക്കുന്നു, മറ്റുള്ള അനന്തരവാസികൾക്ക് ഒഴിവാക്കി പോകുന്നു. അതുകൊണ്ട് നാം ഒരുങ്ങുക. എന്തിനു വേണ്ടി? നമ്മുടെ ദീർഘയാത്രയിലേക്ക്. ഈ അള്ളാഹ് പറഞ്ഞ ആസാദ് അത് നേടിയെടുത്ത് സ്വർഗലോകത്തിലേക്ക് ഇനി ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിർബന്ധമായിട്ട് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നിർബന്ധമായിട്ട് ഹജ്ജിനെ ഉംറയെക്കുറിച്ച് അല്ലെങ്കിൽ മദീനയെക്കുറിച്ച് ഹിസ്റ്ററിക്കലായിട്ട് വല്ലതും അനുഭവത്തിലൂടെ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് പഠിക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ ടൈം തരുന്നു. അള്ളാഹു ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമാക്കി മാറ്റട്ടെ. ഇനിയും പുണ്യഭൂമിയിലേക്ക് വരാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. ഇതുവരെ ചെയ്തതിനെ അള്ളാഹു നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കട്ടെ. ഇനിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈമാനിന്റെ പുഷ്ടി ഉണ്ടാക്കി അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്താനുള്ള ചുറ്റുപാടുകൾ അന്തരീക്ഷങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ സന്താനങ്ങളെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹീങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകട്ടെ. സന്താനങ്ങളെ ആസകലം അള്ളാഹു നമുക്ക് കണ്ണിലുണ്ണികളാക്കി മാറ്റട്ടെ, കൺകുളിർന്നതാക്കി മാറ്റട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളാവട്ടെ അല്ലാത്തവരാവട്ടെ ഇണകളില്ലാത്തവർക്ക് അള്ളാഹു സാലിഹീങ്ങളായ ഇണകൾ നൽകട്ടെ, സാലിഹീങ്ങളായ ഇണകൾ നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മിൽ നിന്നിട്ട് പ്രയാസത്തെ അള്ളാഹു മാറ്റട്ടെ. നാം മരിക്കുമ്പോൾ നമ്മുടെ ഖബറും അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹുവിൻ്റെ ദൂതരുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് കൗസർ കുടിക്കുവാനും അവരുടെ ഷഫാഅത്ത് ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ സമ്മേളിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ചോദ്യമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ, ഉപദേഷ്ടാക്കൾ കൂടെ ഉണ്ടാകുമ്പോൾ മുമ്പ് ഹജ്ജും ഉംറയൊക്കെ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സംശയങ്ങളൊക്കെ ഏകദേശം തീർന്നു കാണും എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയാണ്. സംശയമൊന്നുമില്ലല്ലോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തുടങ്ങി വെച്ചതായ ബാങ്കാണ് 2ാം ബാങ്ക്. ആ ബാങ്ക് അദ്ദേഹം തുടങ്ങി വെച്ചത് യഥാർത്ഥത്തിൽ കൃഷിക്കാരായ സഹാബാക്കൾക്കൊക്കെ മുൻകൂട്ടി പണ്ട് കാലഘട്ടങ്ങളിൽ മൊബൈലില്ല, സ്പീക്കറില്ല, ആധുനിക മാധ്യമങ്ങളൊന്നുമില്ല. അവർക്ക് വിവരം കാലേക്കൂട്ടി കിട്ടുകയാണെങ്കിൽ അവരൊന്ന് ഒരുങ്ങട്ടെ എന്ന രൂപത്തിൽ ഉയർന്നതായ സ്ഥലങ്ങൾ എവിടെയുണ്ട് അവിടം വെച്ചിട്ട് ഒരു അനൗൺസ് എന്ന രൂപത്തിൽ തുടങ്ങി വെച്ചതായിരുന്നു. അത് പിന്നെ തുടർച്ചയായിട്ട് അതിനുശേഷം വന്നവരൊക്കെ ചെയ്തതുകൊണ്ടും അങ്ങനെ തുടങ്ങി വെച്ചപ്പോൾ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അഗ്രഗണ്യന്മാരായ സഹാബാക്കൾ ആരും തന്നെ എതിർക്കാത്തത് കൊണ്ടും അതങ്ങനെ നിലനിർന്നു പോകുന്നു. പക്ഷേ അത് ഈ രൂപത്തിൽ അടുപ്പിച്ചിട്ടാകുമ്പോൾ അത് അത്ര പ്രയോജനമാകുന്നില്ല. കുറച്ച് മുമ്പാകുമ്പോഴാണ് അത് ഉദ്ദേശിച്ച രൂപത്തിലാവുക. ഉസ്മാൻ ഉദ്ദേശിച്ച അതേ ലക്ഷ്യത്തിന് വേണ്ടി എവിടെയെങ്കിലും ആരെങ്കിലും അങ്ങനെ ബാങ്ക് വിളിക്കുന്നത് കൊണ്ട് അത് ബിദ്അത്തുമാവുന്നതല്ല എന്നതാണ് അതിന് മറുപടി. ആവശ്യമുണ്ടെങ്കിൽ തുടരാം. ഇന്നത്തെ യുഗത്തിൽ അതിനുള്ള ആവശ്യമുണ്ടെന്ന് കാണുകയാണെങ്കിൽ തുടരാം. പക്ഷേ ഇത്ര അടുപ്പിച്ച് ചെയ്യരുത്. ഇത് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. സൗദി അറേബ്യ ഇവിടെ അബ്ദുൽ അസീസ് രാജാവിൻ്റെ ഭരണകൂടം ആരംഭിച്ചിട മുതൽ മുമ്പുണ്ടായിരുന്നതായ പല അനാചാരങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അല്പാൽപമായി, പെട്ടെന്നൊന്നും സാധിക്കൂലല്ലോ, അല്പമായി ശുദ്ധീകരിച്ച് ദൂരീകരിച്ച് കൊണ്ടേയിരിക്കുന്നുണ്ട്. ചോദിച്ചതുകൊണ്ട് പറയേണ്ടി വരുന്നു, 10 മിനിറ്റിൻ്റെ അകത്ത് തന്നെ പറഞ്ഞു തീർത്ത് കളയാം. അദ്ദേഹം മക്കയിലേക്ക് വന്നപ്പോൾ അബ്ദുൽ അസീസ് രാജാവ് 4 മെഹ്റാബാണ്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിൽ കാണാം 4 മെഹ്റാബ്. ഓരോ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ഓരോ മെഹ്റാബിൽ നിസ്കരിക്കും. ഞാൻ 41 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ 4 മിമ്പറിൻ്റെ മീതെ 4 ബാങ്കാണ്, ഒരു ബാങ്കല്ല, 4 ബാങ്കാണ് ഞാൻ വന്നപ്പോൾ. ഒരേ സമയത്ത് 4 ബാങ്ക്.
അതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കപ്പെടും. ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഞാനിവിടെ വന്ന ഉടനെ ഹറമിൻ്റെ അകത്ത് ക്ലാസ് എടുക്കാൻ 74 ഏകദേശം ആരംഭിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ആ സന്ദർഭത്തിലൊക്കെ ചോദിക്കപ്പെടും, മൗലവി ഏത് ബാങ്കിനാണ് മറുപടി നൽകേണ്ടത്? 4 ബാങ്കല്ലേ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാലഘട്ടം ഞാൻ പറഞ്ഞു വരാം, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അങ്ങനെ 4 മെഹ്റാബ് ഉണ്ടായിരുന്നു. അബ്ദുൽ അസീസ് രാജാവ്, ഇവരുടെ വാപ്പ, ഇന്നുള്ള രാജാക്കന്മാരുടെ വാപ്പ അബ്ദുൽ അസീസ് രാജാവ്. അവിടെ ഇരുന്നോളി, അവിടെ കസാലയുണ്ട്, എന്ത് വേണം? അവിടെ തന്നെ ചോദിച്ചാൽ മതി. എങ്ങനെ? പലിശ ബാങ്കുമായിട്ടുള്ള ഇടപാടുകൾ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കലാണ് നല്ലത്. പലിശ ഇടപാടുകൾ നടത്തുന്നതായ ബാങ്കുമായി ബന്ധപ്പെടാതിരിക്കലാണ് നല്ലത്. കാരണം അതിലൂടെ പിന്നെ അവസാനം, ഞാനിവിടെ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഒരു സഹോദരൻ കലിക്കറ്റ് നിന്ന് വിളിച്ചിട്ട് നീണ്ട ചർച്ച. അയാൾ പറയാണ് ധാരാളം പലിശ എൻ്റെ ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ട് കിടക്കുന്നു, എന്ത് കാട്ടണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാശല്ല അത്, നിങ്ങളുടെ കാശല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള ചോദ്യത്തിന് തന്നെ വക വരുത്താതിരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ എൻ്റെ അടുക്കൽ അതിന് ഫത്വയില്ല. അത് ഞാനല്ലാത്തവരോട് ചോദിക്കുക, നമ്മൾ നാട്ടിലുള്ള മൗലവിമാരോട് ചോദിക്കുക. അഥവാ ഞാൻ ഇത് പഠിച്ചതനുസരിച്ച്, മനസ്സിലാക്കിയതനുസരിച്ച് പന്നി മാംസം തിന്നാൻ ഇസ്ലാം അനുവദിച്ചതായ തോത് മാത്രമേ പലിശ ഉപയോഗിക്കാൻ ഇസ്ലാം നൽകിയിട്ടുള്ളൂ. പന്നി മാംസം തിന്നേണ്ടത് എപ്പോഴാണ് ഖുർആൻ പറയുന്നുണ്ട്. അതല്ലാതെ വേറൊന്നും മുമ്പിലില്ല. മരിച്ചു പോകും തിന്നില്ലെങ്കിൽ, ആ രൂപത്തിലുള്ള വിശപ്പിലേക്ക് എത്തിയാൽ തിന്നാം. ഇതുപോലെയാണ് പലിശയായി വരുന്ന കാശ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എന്നോടും എൻ്റെ ദൂതരോടും യുദ്ധം ചെയ്യലിനോട് തുല്യമാണ് പലിശ എന്ന് പറഞ്ഞ സാധനമാണ്. അത്ര വലിയ അപകടമാണ് പലിശ. ഇത് വേറെ ഒന്നിനും പറ്റില്ല, പലിശ ഒന്നിനും ഉപയോഗിക്കാൻ. നമ്മുടേതല്ല അത്. ഇല്ല, അങ്ങനെ പറഞ്ഞേക്ക്. പലിശ എന്ന് പറയുന്നത് നമ്മുടേതല്ല, വേറെ ആളുടേതാണ്. അള്ളാഹു നമുക്ക് ഹറാമാക്കിയതാണ്. അതുകൊണ്ട് നാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. അള്ളാഹു പറഞ്ഞു, ഫലക്കും റുഊസു അംവാലിക്കും വഇൻ തുബ്തും, നിങ്ങൾ ഈ വിധി കേട്ട ശേഷം പാശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുതലെടുത്തോളീൻ എന്ന് അള്ളാഹ് എന്നെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കൊടുത്തതെടുത്തോളീൻ. അത്രയേ ഉള്ളൂ. പിന്നെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ അവിടെ ഇരുന്നോളാം, കാസാലയിട്ട് കൊടുക്കുക. അതെ, ആ പറഞ്ഞു തീർത്ത് കളയാം, എന്നിട്ട് നമുക്ക് സമാപിക്കാം. എന്താണ് കസാല ഉണ്ട് അവിടെ? സഹോദരന്മാർ എന്തു പറഞ്ഞു? അബ്ദുൽ അസീസ് രാജാവ് അവിടെയുള്ളതായ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഉപദേശിച്ചു. നാം എല്ലാവരും ഒരു റബ്ബിനെ ആരാധിക്കുന്ന ആളല്ലേ? നാം എല്ലാവരും ഒരു റസൂലിൻ്റെ ഉമ്മത്തുകളല്ലേ? അതെ, ഒരു റസൂലിൻ്റെ ഉമ്മത്തുകൾ, ഒരു റബ്ബിനെ ആരാധിക്കുന്നവരായ നാം, ഒരു റസൂലിൻ്റെ ഉമ്മത്തുകൾ, ഒരു റബ്ബിനെ ആരാധിക്കുന്ന ആൾ, ഒരു ഖുർആൻ്റെ പിന്നിൽ അണിനിരക്കുന്നതായ നാം നമസ്കരിക്കുന്ന വേളയിൽ എന്തിനാണ് 4 മെഹ്റാബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആവശ്യം? ഒരേ സമയത്ത് 4 മെഹ്റാബിൻ്റെ മീതെ ഷാഫികൾ ഒരു മെഹ്റാബിൽ, അനഫികൾ ഒരു മെഹ്റാബിൽ. അങ്ങനെ ഈ മെഹ്റാബിൻ്റെ ഉടമകളാണെന്ന് നിങ്ങൾ വാദിക്കുന്ന ഇമാമുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മാലിക് ഇമാമിൻ്റെ ബാക്കിൽ മദീനത്ത് നിസ്കരിച്ചു. അബൂ ഹനീഫ മദീനത്ത് വന്നപ്പോൾ മാലിക് ഇമാമിൻ്റെ ബാക്കിൽ നിസ്കരിച്ചു. അവർ ഗവേഷണ വിധേയമായ വിഷയത്തിൽ അവർ യോജിക്കാത്തവരാണ്. എന്നാലും അവർ എന്തായില്ല, അങ്ങുമിങ്ങും ഇമാമുമായി നിസ്കരിക്കുന്നത് വേണ്ടാന്ന് വെച്ചില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷാഫി ഇമാമും ഇറാഖിലേക്ക് പോയപ്പോൾ ഷാഫി ഇമാമിൻ്റെ ബാക്കിൽ നിസ്കരിച്ചു. എന്നിരിക്കുമ്പോൾ ഇമാമിങ്ങൾ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തിലാണ് ജീവിച്ചതെങ്കിൽ അവരുടെ അനുയായികളാണെന്ന് പറയുന്ന നിങ്ങൾ 4 ഖുബ്ബ അല്ലെങ്കിൽ 4 മെഹ്റാബ് എന്തിനാണ് നിങ്ങൾക്കെന്ന് ചോദിച്ചു. അങ്ങനെ അവർ തന്നെ തകർത്താൻ തീരുമാനിച്ചു. 3 എണ്ണം അപ്പടി തന്നെ അതേ മാസത്തിൽ തകർന്നു. 2 മാസം കഴിഞ്ഞ ശേഷം ഷാഫി മെഹ്റാബ് എന്ന പേരിൽ അറിയപ്പെട്ട മെഹ്റാബ് സംസം കിണറിൻ്റെ മീതിയായിരുന്നു, അതും തകർത്തപ്പെട്ടു. അങ്ങനെ അവിടെ ഒരു ഇമാമിൻ്റെ ബേക്കിൽ നമസ്കാരമാക്കി മാറ്റിയും കൊണ്ട് അബ്ദുൽ അസീസ് രാജാവ് ഇവിടെ ഹിജാസിൽ കടന്നു വന്ന ഉടനെ തുടങ്ങി. അങ്ങനെ ആ പണ്ടുള്ളത് ചേഞ്ചാക്കാൻ കുറേ പ്രയാസമുണ്ട്, അങ്ങനെ പെട്ടെന്ന് സാധിക്കുന്നതല്ല. അങ്ങനെ ചേഞ്ചാക്കി കാണുന്ന കോലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഇക്കാണുന്ന പച്ചക്കുബ്ബൻ്റെ വലുപ്പമുള്ള കുബ്ബകൾ ധാരാളം അവിടെയുള്ള ഖബർസ്ഥാനത്തിലുണ്ടായിരുന്നു. അത് മുഴുവനും അബ്ദുൽ അസീസ് രാജാവ് തകർത്തിയതാണ്. പഴയ ഫോട്ടോ കണ്ടാൽ അറിയാം. ഇവിടെയുള്ള കുബ്ബ പോലത്തെ കുബ്ബകൾ അവിടെയും ഖബറിൻ്റെ മീതെ, മനസ്സിലായില്ലേ? പക്ഷേ ഒക്കെ നീണ്ട വിഷയങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതൊക്കെ നിങ്ങളെ മൗലവി തീർത്തരും സംശയങ്ങൾ. ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു 10 മിനിറ്റ് ഒന്ന്
അത് തീരൂല. അത് ഏതായാലും ഇത് നാം പരിപൂർണമായ സുന്നത്തിലേക്ക് മടങ്ങാൻ വേണ്ടി പരിശ്രമിക്കുക, ബിദ്അത്തുകൾ ഒഴിവാക്കുക, ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങൾ ആ രൂപത്തിൽ തന്നെ കാണുക, ചർച്ചയ്ക്ക് വിധേയമായിട്ട് നമ്മുടെ സലഫുസ് സാലിഹീങ്ങൾ കണ്ടതായ കാര്യങ്ങളെ അങ്ങനെ തന്നെ നാമും കാണുക, അതിൽ കൂടി ഭിന്നിക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും മുഖ്യമായിട്ട് നാം പഠിക്കേണ്ട തത്വം. ഇവിടെ ജീവിച്ച സഹാബാക്കൾ ജീവിച്ച പോലെ ചിന്തിച്ച പോലെ ദീൻ്റെ കാര്യം ചിന്തിച്ച പോലെ ചിന്തിച്ച് ജീവിച്ചാലല്ലാതെ സ്വർഗമില്ല എന്നാണ് അള്ളാഹ് തീർത്ത് പറഞ്ഞത്. അതുകൊണ്ട് അത് അതേ രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.